everyone, welcome to RITS. റിറ്റ്സിന്റെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് വീഡിയോ ഓൾറെഡി 40 ചോദ്യങ്ങൾ, പാർട്ട് എയിലെ 40 ചോദ്യങ്ങൾ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ RK ബിജു സാർ വളരെ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ പോയി കാണുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിലോട്ട് വരിക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് ബിയിലെ 40ഓളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ചൂസ് ഫ്രം ദ ഓപ്ഷൻസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. സോ ഫർദർ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ് ചോദ്യം. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. റൈറ്റ്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. ദ പവർ ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് വെസ്റ്റഡ് വിത്ത് ദി എക്സിക്യൂട്ടീവ്. Second, it is a fresh investigation. Third, its purpose is to bring the true facts before the court even if they are discovered at a subsequent stage. Fourth, it does not have the effect of wiping out the initial investigation. And 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നായി നോക്കാം. ദ പവർ ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് വെസ്റ്റഡ് വിത്ത് ദി എക്സിക്യൂട്ടീവ്. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. കാരണം എന്താണ്, ഈ പറയുന്ന പോലീസിന് എന്ത് ചെയ്യാം, ഇത് വേറെ ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമില്ല, ജുഡീഷ്യൽ അപ്രൂവലിന്റെ ആവശ്യമില്ല ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇത് MP പട്ടേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 2009 കേസാണ്. 6 SCC 322 എന്ന് പറയുന്ന ആ കേസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജുഡീഷ്യൽ അപ്രൂവലിന്റെ ആവശ്യമില്ല. ജുഡീഷ്യൽ അപ്രൂവലിന്റെ ആവശ്യമില്ല എന്നേ പറയുള്ളൂ. ജുഡീഷ്യറിക്ക് ഒരിക്കലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയില്ല. ജുഡീഷ്യറിക്ക് ഡെഫിനറ്റ്ലി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ കൊടുക്കാൻ പറ്റും. 156 ക്ലോസ് 3 പ്രകാരം ഓർഡർ കൊടുക്കാൻ വേണ്ടി എന്തായാലും പറ്റും. പക്ഷേ ഈ പറയുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഈ പവർ ഇറ്റ് ഈസ് വിത്ത് ദി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഫർദർ എവിഡൻസ് എഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഇത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം 173 വരുന്നത്. 173 പറയുന്നത് പോലീസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് സബ്മിറ്റ് ചെയ്യണം. റൈറ്റ്. ഈ 173 ക്ലോസ് 8 ഫർദർ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ട് പറയുന്നത്. സോ പവർ ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് വെസ്റ്റഡ് വിത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് എ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ. നോ, ഒരിക്കലല്ല. ഈ പറയുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അത് പ്രീവിയസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അതൊരു ഈ പറയുന്ന ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു ഡി നോവോ ഇൻവെസ്റ്റിഗേഷനോ അല്ല. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൂന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ്സ് പർപ്പസ് ഇസ് ടു ബ്രിങ് ദ ട്രൂ ഫാക്ട്സ് ബിഫോർ ദി കോർട്ട് ഈവൻ ഇഫ് ദേ ആർ ഡിസ്കവർഡ് അറ്റ് എ സബ്സീക്വന്റ് സ്റ്റേജ്. യെസ്, അറ്റ് എനി സ്റ്റേജ് ഈ പറയുന്നത് ഈവൻ ആഫ്റ്റർ ടേക്കിംഗ് കോഗ്നൈസൻസ് ഓഫ് ദി ഒഫൻസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യുന്നത് പോസിബിൾ ആണ്. സോ ഇവിടെ ഇതിന്റെ ഉദ്ദേശം എന്താണ്, ഈ പറയുന്ന ട്രൂ ഫാക്ട്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ട്രൂ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദി ഇഫക്ട് ഓഫ് വൈപ്പിംഗ് ഔട്ട് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഡെഫിനറ്റ്ലി. ബിക്കോസ് എന്താണ്, ആ ഒരു പ്രീവിയസ് ഇൻവെസ്റ്റിഗേഷൻ, അത് മുന്നേ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ ഒരിക്കലും ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വൈപ്പ് ഔട്ട് ആവുന്നില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ റോങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1, 3 and 4 ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Question number 42. Prosecution evidence is lacking to convict the accused, but admissions are there in his statement under section 313 of the Code of Criminal Procedure. To what extent can the statement be used? അപ്പോൾ 313 സ്റ്റേറ്റിനെ കുറിച്ച് 313 പവർ ഓഫ് ദി കോർട്ട് ടു എക്സാമിൻ ദി അക്യൂസ്ഡ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷൻ നമുക്ക് വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ ആണ്. അവിടെ ആ സെക്ഷൻ 313 പ്രകാരം നടത്തുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ എവിഡൻഷ്യറി വാല്യൂവിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോസിക്യൂഷൻ എവിഡൻസ് സഫീഷ്യൻ്റ് അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് 313 സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഇവിടെ ഈ ഒരു അഡ്മിഷൻസ് നടത്തുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം ഇവിടെ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഈ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം സെക്ഷൻ 313 എന്ന് പറയുന്നത് ഒരു എന്താ അതിൻ്റെ പേർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂസ്ഡ് പേഴ്സണിൻ്റെ മുന്നിലോട്ട് എന്ത് ചെയ്യാണ്, മെറ്റീരിയൽ എവിഡൻസുകൾ നിരത്തുകയാണ്. കോടതി എന്ത് ചെയ്യാണ്, ആ അക്യൂസ്ഡിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ടു പേഴ്സണലി എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് എവിഡൻസസ് ആർ അപ്പിയറിംഗ് എഗെയിൻസ്റ്റ് ഹിം.
അപ്പോൾ ഈ പറയുന്ന എവിഡൻസുകളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അക്യൂസ്ഡ് പേഴ്സൺ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അക്യൂസ്ഡ് പേഴ്സണിനെ അറിയും തനിക്കെതിരെ എന്തൊക്കെ എവിഡൻസുകളാണ് വരുന്നത്, മെറ്റീരിയൽ എവിഡൻസുകൾ എന്തൊക്കെയാണ്, ആൻഡ് അതിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ നൽകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അക്യൂസ്ഡിന്റെ കയ്യിലുള്ളത്. ആൻഡ് ദിസ് ഇസ് നോട്ട് അണ്ടർ എനി കൈൻഡ് ഓഫ് ഓത്ത്. ഇവിടെ ഓത്ത് എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ആൻഡ് ഓൾസോ ദർ ഇസ് നോട്ട് എനി കൈൻഡ് ഓഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഓത്തില്ലാതെ, അപ്പൊ ഓത്തില്ലാതിന്റെ അർത്ഥം തന്നെ അവിടെ മനസ്സിലാക്കാൻ കാരണം ഇവിടെ ദ അക്യൂസ്ഡ് പേഴ്സൺ ഇസ് നോട്ട് ബൗണ്ട് ടു ആൻസർ. അവിടെ അക്യൂസ്ഡ് പേഴ്സണ് കള്ളത്തരം പറയുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കള്ളത്തരം പറയുന്നതിലും അവിടെ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അപ്പം 313 ആ ഒരു വാല്യൂ, ആ സ്റ്റേറ്റ്മെന്റ് വാല്യൂ ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു സബ്സ്റ്റാൻറ്റീവ് വാല്യൂ ഇല്ലാത്ത ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇവിടെ നമുക്ക് നോക്കുകയാണ്, ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. അഡ്മിഷൻസ് ഇൻ സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ 313 ക്യാൻ ബി ബേസ്ഡ് ഓൺ ടു കൺവിക്ട് ദി അക്യൂസ്ഡ്. അത് തെറ്റാണ്, അത് പറ്റില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല എന്ന് പറഞ്ഞു. അടുത്ത് നോക്കാം. ഇൻ ദ ആബ്സൻസ് ഓഫ് പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ 313 ആർ ഓഫ് നോ യൂസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത് നോക്കാം. ഇഫ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഡിഫൻസ് ദ അക്യൂസ്ഡ് ഹാസ് സെറ്റ് അപ്പ് ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ 313 ക്യാൻ ബി ബേസ്ഡ് ഓൺ ടു കൺവിക്ട് ഹിം. നോ. ഇൻകൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ആ പറയുന്ന വിറ്റ്നസിന് എഗെയിൻസ്റ്റ്, ആ ഒരു വിറ്റ്നസിന്, ഈ അക്യൂസിന് എഗെയിൻസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ ആ അഡ്വേഴ്സ് ഇൻഫറൻസ് ഓൾവേസ് എന്ത് ചെയ്യണം, കൊറോബറേറ്റ് ചെയ്യണം. വേറെ ഒരു പെർട്ടിക്കുലർ എവിഡൻസിന്റെ കൂടെ തന്നെ ആയിരിക്കണം ഇത് ഉണ്ടാവേണ്ടത്. ഒരിക്കലും ഇതിനെ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ ലാസ്റ്റ് പറഞ്ഞ ഇറ്റ് ഇസ് കൺഫെഷൻ ആൻഡ് സഫിഷ്യന്റ് ഫോർ കൺവിക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് ഒരിക്കലും ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഡയറക്ട്ലി വരുന്ന ഒരു ജഡ്ജ്മെന്റ് ഞാൻ പറയാം. സ്റ്റേറ്റ് വേഴ്സസ് ദ്വാരി ബെഹ്റ 1976 ക്രിമിനൽ ലോ ജേർണൽ 262 എന്ന് പറയുന്ന കേസിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 313 ഇസ് നോട്ട് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആൻഡ് ദെയർഫോർ എ കൺവിക്ഷൻ cannot be based on such statement alone എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇൻ ദ ആബ്സൻസ് ഓഫ് പ്രോസിക്യൂഷൻ എവിഡൻസ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ 313 ആർ ഓഫ് നോ യൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 43. ക്വസ്റ്റ്യൻ നമ്പർ 43. During the course of investigation, a prosecution witness sent a letter to the investigating officer containing a narration of the incident. The witness admits it in court while giving evidence. It can be used. ഇവിടെ ചോദ്യം ആക്ച്വലി പോലീസിനോട് വിറ്റ്നസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റിന്റെ എവിഡൻഷ്യറി വാല്യൂനെ കുറിച്ചിട്ടാണ്. പോലീസിനോട് വിറ്റ്നസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് എവിഡൻഷ്യറി വാല്യൂനെ കുറിച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്ട്ലി നമ്മളുടെ ഒരു CRPC ഒരു സെക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഇത് ഡയറക്റ്റ് ആയിട്ട് ആ സെക്ഷൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സെക്ഷൻ 162 എന്ന് പറയുന്ന സെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ 162ൻ്റെ അകത്ത് 161ൻ്റെ അകത്ത് പറയുന്നത് പോലീസിന് എന്തുണ്ട്, പവർ ഉണ്ട് ടു എക്സാമിൻ ദ വിറ്റ്നസസ്. 162ൻ്റെ അകത്ത് പറയുന്നത് ലീഗൽ അഡ്മിസിബിലിറ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ആ ഒരു എവിഡൻഷ്യറി വാല്യൂനെ കുറിച്ചിട്ട് 162 അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സൈൻ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. ഈ ഒരു ഇങ്ങനെ വിറ്റ്നസ് പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് സൈൻ ചെയ്യാൻ വേണ്ടി പാടില്ല. ആൻഡ് അടുത്തതായിട്ട് പറയുന്നത് ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒരു കാരണവശാലും കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓൺലി ടു കോൺട്രഡിക്ട് ദ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ഓൺലി ടു കോൺട്രഡിക്ട് ഹിം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി ടു കോൺട്രഡിക്ട് ദി വിറ്റ്നസ്. ഈ വിറ്റ്നസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയി വരികയാണെങ്കിൽ ഡിഫൻസിന് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇദ്ദേഹത്തിന്റെ വിറ്റ്നസ്, അതേപോലെ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ പ്രോസിക്യൂഷനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഏത് സമയത്താണ്, വിത്ത് പെർമിഷൻ ഓഫ് ദി കോർട്ട് ഉപയോഗിക്കാം. ഈ പറയുന്ന പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒരു ഹോസ്റ്റൈൽ വിറ്റ്നസ് ആയി മാറുമ്പോൾ വിത്ത് പെർമിഷൻ ഓഫ് ദി കോർട്ട് ഈ പറയുന്ന പ്രോസിക്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന വിറ്റ്നസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ ഓൺലി ടു കോൺട്രഡിക്ട് ഹിം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 44. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെക്ഷൻ 195 clause 1 clause B of the Code of Criminal Procedure, which among the following is correct? സോ 195 എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ ഓഫ് കണ്ടംപ്റ്റ് ഓഫ് ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സെർവൻസ് ഫോർ ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് ആൻഡ് ഫോർ ഒഫൻസസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ് ഗിവൺ ഇൻ എവിഡൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന കോടതിക്ക് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ പബ്ലിക് സെർവൻസിന് എഗെയിൻസ്റ്റോ നടക്കുന്ന ചില ഒഫൻസുകൾ, ആ ഒഫൻസുകൾക്ക് കോഗ്നൈസൻസ് എടുക്കണമെങ്കിൽ ചില പ്രൊസീജിയർ ഉണ്ട്.
അതാണ് 195A and B ക്ലോസ് 1A and Bന്റെ അകത്ത് പറയുന്നത്. എ ഡയറക്ട്ലി റിലേറ്റഡ് ടു പബ്ലിക് സർവൻസ് ആണ്, ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു പബ്ലിക് ജസ്റ്റിസ് ആണ്. അതായത് കോടതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, പബ്ലിക് ജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒഫൻസ്. ഫോർ എക്സാമ്പിൾ ഗിവിംഗ് ഫോൾസ് എവിഡൻസ്, ഫാബ്രിക്കേഷൻ ഓഫ് ഫോൾസ് എവിഡൻസ്, അല്ലെങ്കിൽ ഫോൾസ് ഡിക്ലറേഷൻ നടത്തുന്നത്, ഇങ്ങനത്തെ ഒഫൻസുകളൊക്കെ കോടതിയിൽ ചെയ്യുകയാണെങ്കിൽ കോഗ്നൈസൻസ് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കണം. അതാണ് 195 കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിലേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകുന്നത്, ഇവിടെ ചോദ്യം ഇൻകറക്റ്റ് ഏതാണ് എന്നാണ്. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. റൈറ്റ്. സോ ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ പറയുന്നത് കോഗ്നൈസൻസ് ഓഫ് ദി ഒഫൻസ് ക്യാൻ ബി ടേക്കൺ ഓൺ എ കംപ്ലയിന്റ് ആസ് വെൽ ആസ് പോലീസ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഇത് തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം cognizance of the offense can be taken on a complaint in writing by the court or any authorized officer of the court or by another court to which the first court is subordinate എന്നുള്ള രീതിയിലാണ് നമ്മളുടെ 195 ക്ലോസ് 1B അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കോഗ്നൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന കംപ്ലയിൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഇത് നൽകുന്ന ഈ കംപ്ലയിൻറ്റ് നൽകേണ്ടത് കോടതിയായിരിക്കണം, അല്ലെങ്കിൽ എനി ഓതറൈസ്ഡ് ഓഫീസർ ഓഫ് ദി കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അനദർ കോർട്ട് ടു വിച്ച് ദ ഫസ്റ്റ് കോർട്ട് സബോർഡിനേറ്റ്, ഈ പറയുന്ന ആളുകളായിരിക്കണം. റൈറ്റ്. ഒരിക്കലും പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിൽ ഈ ഒരു സെക്ഷന്റെ അടിയിൽ നമുക്ക് കോഗ്നൈസൻസ് എടുക്കാൻ വേണ്ടി കഴിയില്ല. സോ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ. ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കിയുള്ള നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഒഫൻസ് ഇസ് നോട്ട് ഫോർബിഡൻ, ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരിക്കലും ഫോർബിഡ് ആവുന്നില്ല. കോഗ്നൈസൻസിന്റെ അകത്ത് മാത്രമേ ഒരു കണ്ടീഷൻ അവിടെ വരുന്നുള്ളൂ. മൂന്നാമത്തെ നോക്കാം. കംപ്ലയിന്റ് ബൈ ദ കോർട്ട് മേ പ്രൊസീഡ് ആൻഡ് എൻക്വയറി ബൈ ദ കോർട്ട്, അതിനും അവിടെ ഒരു ബാറും ഇല്ല. കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? എൻക്വയറി നടത്താനുള്ള അധികാരമുണ്ട്. റൈറ്റ്. ആൻഡ് നാലാമത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈവൻ എ സിവിൽ കോർട്ട് ക്യാൻ ഫയൽ സച്ച് എ കംപ്ലയിന്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സെക്ഷന്റെ 195 ക്ലോസ് 3 കൃത്യമായിട്ട് കോർട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കോർട്ട് പറയുന്നത് സിവിൽ ആവാം, ക്രിമിനൽ ആവാം, റവന്യൂ കോർട്ട് ആവാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പം ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോഗ്നൈസൻസ് ഓഫ് ദ ഒഫൻസ് ക്യാൻ ബി ടേക്കൺ ഓൺ എ കംപ്ലയിന്റ് ആസ് വെൽ ആസ് എ പോലീസ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഈ പോലീസ് റിപ്പോർട്ട് എന്നുള്ളത് കൊടുത്തതാണ് തെറ്റായിട്ടുള്ളത്. സോ ഇവിടെ തെറ്റുത്തരമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ 44 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 45. പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 258 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അപ്ലൈ ടു. അപ്പം ഇതും ഡയറക്ട്ലി ഈ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സെക്ഷൻ നമുക്ക് അറിയണം. സെക്ഷൻ 258 പറയുന്നത് ദ പവർ ടു സ്റ്റോപ്പ് പ്രൊസീഡിങ്സ് എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിന്റെ പവറാണ് ടു സ്റ്റോപ്പ് പ്രൊസീഡിങ്സ്. എപ്പോഴാണ് പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ഇൻ സമ്മൻസ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ ഓൺ എ കംപ്ലയിന്റ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ സമ്മൻസ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ അപ്പോൺ എ കംപ്ലയിന്റ്, ഈ മജിസ്ട്രേറ്റിന് എന്തിൻ്റെ പവറുണ്ട്? ഈ പറയുന്ന പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പവറുണ്ട്. ആൻഡ് ഈ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് പ്രോസിക്യൂഷൻ എവിഡൻസ് എടുത്തതിന് ശേഷമാണെങ്കിൽ ഈ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഒരു ജഡ്ജ്മെന്റ് ഓഫ് അക്വിറ്റൽ എന്തായാലും പ്രൊനൗൺസ് ചെയ്യണം. ഇനിയിപ്പോൾ അല്ലാതെയാണ്, അതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷൻ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ആണ് പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യാം. അത് ഡിസ്ചാർജ് ചെയ്യുന്ന മജിസ്ട്രേറ്റിന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് 258 അകത്ത് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 258 ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നത് സമ്മൻസ് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ അപ്പോൺ എ കംപ്ലയിന്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്തത് 46, ക്വസ്റ്റ്യൻ നമ്പർ 46. വിച്ച് among the following does not suit the stage of framing a charge? അപ്പം ചാർജ് ഫ്രെയിം ചെയ്യുന്ന സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എന്തൊക്കെ നടക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഡസ് നോട്ട് സ്യൂട്ട് ദ സ്റ്റേജ് ഓഫ് ഫ്രെയിമിംഗ് എ ചാർജ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ കോർട്ട് ഇസ് നോട്ട് റിക്വയർഡ് ടു അണ്ടർടേക്ക് എ മെറ്റിക്കുലസ് ഇവാലുവേഷൻ ഓഫ് എവിഡൻസ്. ദാറ്റ് ഇസ് ട്രൂ. കാരണം എന്താണ്? ആ ഒരു സ്റ്റേജിൽ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിഡൻസ് എന്ത് ചെയ്യണ്ട? തറവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടക്കണ്ട. പ്രീമാ ഫേസി ഈ പറയുന്ന ഒരു ഒഫൻസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് ഈ പറയുന്ന ഒരു ഒഫൻസ് ഇസ് ഫിറ്റ് ഫോർ ട്രയൽ എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് പ്രീമാ ഫേസി ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ മാത്രം നോക്കിയാൽ മതി. തറവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. റൈറ്റ്. ഇത് ഈ ഒരു കാര്യം പറയുന്നത് ഒരു കേസ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് ദിലീപ് സിംഗ് കിഷോർ റാവു എന്നുള്ള 2023 ഒരു കേസാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, പ്രൈമറി കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദ ഫ്രെയിം ഓഫ് ചാർജ് ഇസ് ടു അസർട്ടൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ പ്രീമാ ഫേസി കേസ്. At this stage, the probative value of the evidence on record need not be thoroughly examined എന്ന് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി അതായത് സ്റ്റേറ്റ്മെന്റ് ആണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. If no ingredients of an offense are made out from the admitted evidence of the prosecution, the court cannot frame the charge. That is also true. അപ്പോൾ പ്രീമാഫേസി ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തണമെന്ന് പറയുന്നുണ്ട്. ഈ പ്രീമാഫേസി ഇവാലുവേഷൻ്റെ അകത്ത് കോടതിക്ക് തോന്നുകയാണ് ഇവിടെ വേണ്ടത്ര ഒഫൻസിന് വേണ്ടത്ര ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കോടതിക്ക് തോന്നുകയാണെങ്കിൽ ദ കോർട്ട് കനോട്ട് ഫ്രെയിം ദ ചാർജ്. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ഗ്രേവ് സസ്പിഷൻ ഇസ് സഫിഷ്യന്റ് ടു ഫ്രെയിം എ ചാർജ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഈ പറയുന്ന മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ബേസ്ഡ് ഓൺ ദി എവിഡൻസ് പ്രൊഡ്യൂസ് ബിഫോർ ഹിം ദാറ്റ് ഈ ഒരു സസ്പീഷൻ അറൈസ് ചെയ്യാണ് ബൈ ലൈക്ക് ഈ എക്സാമിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന എവിഡൻസ് എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു സസ്പീഷൻ അറൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. ലാസ്റ്റ് ഓപ്ഷൻ്റെ അത് പറയുന്നുണ്ട് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അക്യൂസ്ഡ് ഇഫ് റിലേറ്റഡ് ടു ദ ഫാക്ട് ഇൻ ഇഷ്യൂ ക്യാൻ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇത് തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഒരു സ്റ്റേജിൽ ചാർജ് ഫ്രെയിം ചെയ്യുന്ന സ്റ്റേജിൽ അക്യൂസ്ഡിന് ഒരു റൈറ്റുമില്ല ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകെ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ്സ് മാത്രമേ കോടതി ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊരു കേസിൽ പറഞ്ഞിട്ടുണ്ട്, നിത്യ ധർമാനന്ദ വേഴ്സസ് ഗോപാൽ ശീലം റെഡ്ഡി 2018 കേസാണ്, 2 SCC 93. ഈ ഒരു കേസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അക്യൂസ് ഡസന്റ് ഹാവ് എനി റൈറ്റ് to produce any material or documents to contest this case at the stage of framing a charge എന്നുള്ള പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ പ്രോസിക്യൂഷൻ നൽകുന്ന എവിഡൻസ് മാത്രമാണ് കോടതി എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡസ് നോട്ട് സ്യൂട്ട് ദ സ്റ്റേജ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 47. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഗ്രാൻഡഡ് പാർഡൺ ടു ആൻ അക്കംപ്ലിസ്. സോ പാർഡനിങ് പവർ ഉണ്ട്, നമുക്കറിയാം. പാർഡനിങ് പവർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ഉണ്ട്, മജിസ്ട്രേറ്റിനും ഉണ്ട്. അത് നമുക്ക് 306 അകത്താണ് ഈ കാര്യം പറയുന്നത്. 306 ക്ലോസ് 4 ആണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇവിടെ പാർഡനിങ് പവർ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനും ഉണ്ട്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ഉണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് 3 സ്റ്റേജസിൽ പാർഡനിങ് കൊടുക്കാം. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എൻക്വയറിൻ്റെ സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രയലിൻ്റെ സമയത്ത് കൊടുക്കാം. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിന് ആകെ ഈ പറയുന്ന എൻക്വയറിന്റെ സമയത്തും ട്രയലിന്റെ സമയത്തും മാത്രമേ പാർഡനിങ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. റൈറ്റ്. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ദ മജിസ്ട്രേറ്റ് ഹു കമ്മിറ്റഡ് ദ കേസ് ഡിഡ് നോട്ട് എക്സാമിൻ ദ അപ്രൂവർ വാട്ട് വുഡ് ബി ദ കോൺസിക്വൻസ്. അപ്പോൾ എക്സാമിൻ ചെയ്തിട്ടില്ല, ഈ പറയുന്ന അപ്രൂവറിനെ എക്സാമിൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ ഇത് ഡയറക്ട്ലി ആ ഒരു സെക്ഷൻ ബേസ്ഡ് ഉള്ള ഒരു ആൻസർ ആണ്. അതായത് ആ ഒരു സെക്ഷൻ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ആൻസർ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സെക്ഷൻ 306 ക്ലോസ് 4 ഓഫ് CRPC ഡയറക്ട്ലി വരുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് അവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നത് എന്താണ്, ഷുഡ് ബി എക്സാമിൻഡ്, ഷാൽ ബി എക്സാമിൻഡ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ പാഠം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഞാൻ വായിച്ചു തരാം. സെക്ഷൻ 306 ക്ലോസ് 4 പറയുന്നത് എവറി പേഴ്സൺ ആക്സെപ്റ്റിംഗ് എ ടെൻഡർ ഓഫ് പാർഡൻ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ക്ലോസ് A ഷാൽ ബി എക്സാമിൻഡ്. സോ അവിടെ ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ ആണത്. ഷാൽ ബി എക്സാമിൻഡ് as a witness in the court of magistrate taking cognizance of the offence and in subsequent trial if any എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ മാൻഡേറ്ററി പ്രൊവിഷൻ. ഇവിടെ ഇത് ഇത്രയേ ഉള്ളൂ, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന വ്യക്തി ഒരു അപ്രൂവർ ആയി കഴിഞ്ഞു. അപ്പോൾ അപ്രൂവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാമിനേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവിടെ എക്സാമിനേഷൻ എന്തായാലും ഉണ്ടാവണം. കാരണം എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്രോസ് എക്സാമിനേഷൻ നടത്താൻ പറ്റുള്ളൂ അല്ലേ. അക്യൂസ്ഡ് പേഴ്സൺ അവിടെ എന്ത് ചെയ്യണം, ഒരു ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് എന്തായാലും ഉണ്ടാവണം അവിടെ. കാരണം ആ റൈറ്റ് ഇല്ലെങ്കിൽ അവിടെ ഒരു സീരിയസ് പ്രജുഡിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രജുഡിസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രയൽ വിഷയേറ്റ് ആവും എന്ന രീതിയിലാണ്. ഇത് ഡയറക്റ്റ്ലി ഒരു കേസും ഉണ്ട്, സുരേഷ് ചന്ദ്ര ബഹ്റി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ 1995 ഒരു കേസാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ എക്സാമിനേഷൻ ഓഫ് ദി അക്കംപ്ലിസ് ഓർ എൻ അപ്രൂവർ ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ദ ടെൻഡർ ഓഫ് പാർഡൻ ആസ് എ വിറ്റ്നസ് in the court of magistrate taking cognizance of the offence is a mandatory provision and cannot be dispensed with and non-compliance with it will vitiate the trial എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇറ്റ് വിഷിയേറ്റ്സ് ദ ട്രയൽ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 48. Can conditions be imposed while granting statutory bail? സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോലീസിന് 24 മണിക്കൂറിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 167. ഈ 167ൻ്റെ അകത്ത് ക്ലോസ് 2ൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 തരത്തിലുള്ള ഒഫൻസുകൾ പറയുന്നുണ്ട് അല്ലേ. അതായത് ഡെത്ത് പെനാൽറ്റി, ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 10 years ഓർ മോർ ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന ഒരു ശിക്ഷയ്ക്ക് ആണെങ്കിൽ ആണ് ആ ഒരു വ്യക്തി കസ്റ്റഡിയിലുള്ളതെങ്കിൽ
ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് ഷുഡ് ബി ഫൈൽഡ് വിത്തിൻ 90 ഡേയ്സ്. ഇനിയിപ്പോൾ അതല്ല 10 ഇയേഴ്സിന് താഴെ മാത്രം പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് ആ വ്യക്തി ചെയ്തതെങ്കിൽ ദ പോലീസ് ഷുഡ് ഫയൽ എ ചാർജ് ഷീറ്റ് വിത്തിൻ 60 ഡേയ്സ്. സോ 90 ഡേയ്സ് ഓർ 60 ഡേയ്സ് എന്നുള്ള ഒരു കണക്കുണ്ട്. ഈ 90 ഡേയ്സിൻ്റെയോ 60 ഡേയ്സിൻ്റെയോ ഉള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ദ കോൺസിക്വൻസ് എന്ന് പറയുന്നത് അവിടെ ബെയിലാണ്. ഇവിടെ ഒരിക്കലും ഓട്ടോമാറ്റിക് ബെയിൽ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ അക്യൂസ്ഡ് പേഴ്സൺ ബെയിലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെയിൽ എന്തായാലും കൊടുത്തിരിക്കണം. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിൻ്റെ കാര്യത്തിൽ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ആ സെക്ഷൻ്റെ അകത്ത് തന്നെ അതിന് ഉത്തരവുണ്ട്. ആ സെക്ഷൻ്റെ അകത്ത് ഇവിടെ പറയുന്നുണ്ട് 167 ക്ലോസ് 2 ആൻഡ് സബ് ക്ലോസ് എന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈനിലോട്ട് പറയുന്നുണ്ട്, എവറി പേഴ്സൺ റിലീസ്ഡ് ഓൺ ബെയിൽ അണ്ടർ ദിസ് സബ്സെക്ഷൻ shall be deemed to be so released on bail under the provisions of chapter 33 for the purpose of that chapter. So ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കൊടുക്കുമ്പം അത് ഡീൽ ചെയ്യുന്നത് നമ്മളുടെ ചാപ്റ്റർ 33 സാധാരണ ബെയിലിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ് 33. ആ 33 പ്രൊവിഷൻസ് ആയിരിക്കും ഇതിനെയും എന്ത് ചെയ്യില്ല റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ വിടുമ്പോൾ സെക്ഷൻ ചാപ്റ്റർ 33 ബെയിൽ വിട്ടതുപോലെ ആയിരിക്കണം, അതാണ് ഡീംഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ചാപ്റ്റർ 33 ഡെഫിനറ്റ്ലി നിങ്ങൾ ബെയിൽ കൊടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ക്യാൻ ബി ഇമ്പോസ് എന്നുള്ളതാണ്. പല ജഡ്ജ്മെന്റ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓണേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഹെവി ഒബ്ലിഗേഷൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇവിടെ ക്യാൻ ബി ഇമ്പോസ്ഡ് എന്നുള്ളതാണ്. ബാക്കിയുള്ളതിൽ ക്യാൻ ബി ഇമ്പോസിന്റെ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ക്യാൻ ബി ഇമ്പോസ്ഡ് ഒഫൻസസ് ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ ഓൺലി എന്നുള്ളത് തെറ്റാണ്. കോർട്ട് ഓഫ് സെഷൻ ഓൺലി എന്ന് പറഞ്ഞതാണ് പ്രശ്നം. പിന്നെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ദാറ്റ് ക്യാൻ ബി ഇമ്പോസസ് ഓൺലി വിത്ത് റെസ്പെക്ട് ടു അപ്പിയറൻസ് ബിഫോർ ദി കോർട്ട് എന്നുള്ളതും തെറ്റാണ്. ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് കണ്ടീഷൻസ്, ബട്ട് ദ കണ്ടീഷൻസ് ഷുഡ് നോട്ട് ബി ഓണറസ്. ഹെവി ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് പാടില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് among the following is incorrect in the context of section 451 of Code of Criminal Procedure? സെക്ഷൻ 451 എന്ന് പറയുന്നത് ഓർഡേഴ്സ് ഫോർ കസ്റ്റഡി അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് ദി പ്രോപ്പർട്ടി പെൻഡിങ് എ ട്രയൽ ഓർ എൻക്വയറി ഇൻ എ ക്രിമിനൽ കേസസ് ആണ് ഈ പറയുന്ന 451 ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല, ട്രയലോ എൻക്വയറിയോ കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ തന്നെ ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഡിസ്പോസലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കോടതിക്ക് തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഓർഡേഴ്സാണ് ഈ 451 ഓർഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ 451 ഓർഡേഴ്സിൻ്റെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ആൻ ഓർഡർ പാസ് പെൻഡിങ് ദ കൺക്ലൂഷൻ ഓഫ് ആൻ എൻക്വയറി ഓർ ട്രയൽ ഇൻ എ കേസ്. ഇതാണ് 451 ആ ഒരു ഓർഡർ ആ രീതിയിലാണ്. പെൻഡിങ് കൺക്ലൂഷൻ ഓഫ് ദി എൻക്വയറി ഓർ ട്രയൽ ഇൻ എ കേസ് ഇറക്കുന്ന ഓർഡേഴ്സ് ആണ് 451 എന്ന് പറയുന്നത്. നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. റൈറ്റ്, അടുത്തത് നോക്കാം. നമുക്ക് സിയിലോട്ട് വരാം. സി നോക്കുകയാണെങ്കിൽ ദ കോർട്ട് ഹാസ് ടു ഡിസൈഡ് ആസ് ടു ഹു ഹാസ് ഗോട്ട് എ ബെറ്റർ ടൈറ്റിൽ ഇഫ് ദർ ആർ 2 ക്ലെയിംസ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഇവിടെ കസ്റ്റഡിയാണ്, കസ്റ്റഡിനെ കുറിച്ചുള്ള ഓർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡിസ്പോസലിനെ കുറിച്ചുള്ള ഓർഡേഴ്സ് ആണ്. അപ്പോൾ കസ്റ്റഡി ആയതുകൊണ്ട് തന്നെ 2 ക്ലെയിംസ് ഉണ്ടെങ്കിൽ ആ ക്ലെയിംസിന്റെ ബെറ്റർ ടൈറ്റിൽ ആർക്കാണെന്നുള്ളത് കോടതിക്ക് ഡിസൈഡ് ചെയ്യണം. റൈറ്റ്, അടുത്ത നമ്മൾ നോക്കാം. ദ ക്രിമിനൽ കോർട്സ് മേ ഈവൻ റെഫ്യൂസ് ടു ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി പെൻഡിങ് എ ഡിസിഷൻ ബൈ സിവിൽ കോഡ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓർഡേഴ്സ് അണ്ടർ സെക്ഷൻ 451 ആർ അപ്പീലബിൾ എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 451 ഓർഡേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് എപ്പോൾ വേണമെങ്കിലും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. ഒരാൾക്ക് കസ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കസ്റ്റഡി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, വേറൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഓർഡറാണ് ഈ പറയുന്ന 451. ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൺക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 451 ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇന്റർലോക്യൂട്ടറി ക്യാരക്ടറിലുള്ള ഒരു കാര്യമാണ്. സോ ഇത് ഒരിക്കലും അപ്പീലബിൾ ആയിരിക്കില്ല. ഇത് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ചില സിറ്റുവേഷൻസിൽ ഇത് റിവൈസബിൾ ആണ്, ചില സിറ്റുവേഷൻസ് എല്ലാ കേസിലും അല്ല, ചില സിറ്റുവേഷൻസിൽ ഇത് റിവൈസബിൾ ആണ്. ബട്ട് ഒരിക്കലും ഇത് 451 ഒരിക്കലും അപ്പീലബിൾ അല്ല. ഇതിന് തൊട്ടപ്പുറത്തുള്ള 2 സെക്ഷൻസ് അപ്പീലബിൾ ആണ്. 452ഉം 453ഉം അപ്പീലബിൾ ആണ്. അത് 454ലാണ് ഈ കാര്യം പറയുന്നത്. 452 എന്ന് പറയുന്നത് അത് കൺക്ലൂഷൻ ഓഫ്, അതായത് ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കസ്റ്റഡി ഓഫ് പ്രോപ്പർട്ടി അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദി ട്രയൽ ആണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ റൈറ്റ്സും ലയബിലിറ്റീസും അവിടെ എന്ത് ചെയ്യുന്നത്, കൺക്ലൂസീവ്ലി അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്പീലബിൾ ആണ്. 453 ഒരു ഇന്നസെന്റ് പർച്ചേസറിന്റെ
പണം കിട്ടുന്ന ഒരു പ്രൊവിഷനാണ് 453 പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ അപ്പീലബിൾ. 454 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ 451 എന്ന് പറയുന്നത് ഒരു ഇന്റർലോക്യൂട്ടറി ക്യാരക്ടറിലുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. ഓർഡേഴ്സ് അണ്ടർ സെക്ഷൻ 451 ആർ അപ്പീലബിൾ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 50. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യണം. അൺഡ്യൂ ആൻഡ് അൺറീസണബിൾ ഡിലേ ഇൻ ലോഡ്ജിങ് ദ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് വിൽ വിഷിയേറ്റ് ദ ട്രയൽ. A first information statement can be used to corroborate or contradict the informant's evidence in court. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് a first information report in a criminal case is an extremely vital and valuable piece of evidence for the purpose of corroborating the oral evidence adduced during the course of the trial. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അൺഡ്യൂ ആൻഡ് അൺറീസണബിൾ ഡിലേ ഇൻ ലോഡ്ജിങ് ദ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് വിൽ വിഷിയേറ്റ് ദ ട്രയൽ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫാക്ടറിലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ട്രയൽ വിഷിയേറ്റ് ചെയ്യുന്ന രീതിയിലോട്ടൊന്നും പോവില്ല. അപ്പോൾ അൺഡ്യൂ ആൻഡ് അൺറീസണബിൾ ഡിലേ ഇൻ ലോഡ്ജിങ് FIR വിഷിയേറ്റ് ചെയ്യും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോപ്പർ റീസണിങ്, സാറ്റിസ്ഫാക്ടറി റീസണിങ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, വിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ല. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ എ ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി യൂസ് ടു കൊറോബറേറ്റ് ഓർ കോൺട്രഡിക്ട് ദ ഇൻഫോർമേഷൻ എവിഡൻസ് കോഡ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രവികുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2005 9 SCC 375 എന്ന് പറയുന്ന കേസിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. FIR is not a substantive evidence. It can be used to corroborate the informant under section 157 of the Indian Evidence Act. അതേപോലെ തന്നെ to contradict the informant under section 145 of the Indian Evidence Act if the informant is called as a witness at the time of trial എന്ന് ഈ ഒരു കേസിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിലേ ഇൻ ലോഡ്ജിങ് ഓഫ് FIR ഷുഡ് ബി സാറ്റിസ്ഫാക്ടറിലി ബി എക്സ്പ്ലെയിൻഡ് എന്ന് തുലിയകാലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന കേസിനകത്ത് 1972 3 SCC 393 എന്ന് പറയുന്ന കേസിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഇൻ എ ക്രിമിനൽ കേസ് ആൻ എക്സ്ട്രീംലി വൈറ്റൽ ആൻഡ് വാല്യൂബിൾ പീസ് ഓഫ് എവിഡൻസ് ഫോർ ദ പർപ്പസ് ഓഫ് കൊറോബറേറ്റിംഗ് ദ ഓറൽ എവിഡൻസ് അഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ട്രയൽ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസ് ദ തുലിയകാലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു AIR 1972 501 ആ ഒരു കേസിന്റെ ഹെഡ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പം ഇതും കറക്റ്റ് ആണ്, റൈറ്റ്. അപ്പോൾ നമ്മളെ സ്റ്റേറ്റ്മെന്റ് 2ഉം 3യും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആവുക. ഓപ്ഷൻ 1 അതായത് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അൺഡ്യൂ ആൻഡ് അൺറീസണബിൾ ഡിലേ ഇൻ ലോഡ്ജിങ് ഫസ്റ്റ് ഇൻഫോർമേഷൻ ഒരിക്കലും ഈ പറയുന്ന ട്രയൽ വിഷിയേറ്റ് ചെയ്യുന്നില്ല. അതിന് പ്രോപ്പർ റീസണിങ്, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക, FIR എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് അല്ല. It can be used to corroborate and contradict the informant in the court when the person is called as a witness at the time of trial. Okay, so that is all about question number 50. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 51. Detention of 90 days is reckoned for granting statutory bail in cases involving dash offenses punishable. ഇവിടെ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം സെക്ഷൻ 90 ഇതും 167 ക്ലോസ് 2 റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 90 ഡേയ്സിൻ്റെ ചാർജ് ഷീറ്റിൻ്റെ കാര്യം, സ്റ്റാച്യൂട്ടറി ബെയിലിൻ്റെ കാര്യം നമുക്കറിയാം ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരിക അല്ലേ. വെൻ ദ അക്യൂസ് ഇസ് പണിഷ്, അല്ലെ ഈ അക്യൂസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 10 years ഓർ മോർ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ഒരു ഒഫൻസിന് ചെയ്യുകയാണെങ്കിൽ, അല്ല അങ്ങനത്തെ ഒരു ഒഫൻസ് ആണ് അയാളെ അക്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമുക്ക് 90 days വരിക. 10 years താഴോട്ട് വരുന്നതെല്ലാം 60 days പീരീഡ് ആണ് വരുന്നത്. സ്റ്റാച്യൂട്ടറി പീരീഡ് 60 days പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിത്ത് ഡെത്ത് മിനിമം 10 years ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം 90 days ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, റൈറ്റ്. അപ് ടു 10 years എന്ന് പറയുന്നതാണ് നമ്മളുടെ 60 days ബന്ധപ്പെട്ട് കിടക്കുന്ന. ഇവിടെ ഡിറ്റൻഷൻ ഓഫ് 90 days ഇസ് റെക്കൺഡ് ഫോർ ഗ്രാൻഡിങ് സ്റ്റാച്യൂട്ടറി ബെയിൽ ഇൻ കേസ് ഇൻവോൾവിംഗ് ഡാഷ് ഒഫൻസസ് പണിഷബിൾ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ABC എല്ലാം 90 days റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, അപ് ടു 10 years ഇംപ്രിസൺമെന്റ് എന്നുള്ളതാണ്. കാരണം ഇത് 60 days പരിധിയിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ചോദ്യം ഇൻകറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് അപ് ടു 10 years ഇംപ്രിസൺമെന്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി.
അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 52. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ടേക്കിംഗ് കോഗ്നൈസൻസ് ഓഫ് എൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺ ഫോർ എ പീരീഡ് ഓഫ് 5 years? സോ കോഗ്നൈസൻസിനെ കുറിച്ചിട്ട്, ഈ ലിമിറ്റേഷനെ കുറിച്ചിട്ടുള്ള ലിമിറ്റേഷൻസ്, ഈ ബാർ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം ചാപ്റ്റർ 26 അകത്താണ് വരുന്നത്. സെക്ഷൻ 468 ഈ ഒരു കാര്യം പറയുന്നത്. CRPC ബാർ ടു ടേക്കിംഗ് കോഗ്നൈസൻസ് ആഫ്റ്റർ ലാപ്സ് ഓഫ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അപ്പോൾ അതിനകത്ത് 3 ലിമിറ്റേഷൻ പീരീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 months ആണ് ലിമിറ്റേഷൻ പീരീഡ് കൊടുക്കുന്നത്. അത് ഫൈനിൻ്റെ കാര്യം ആണെങ്കിൽ മാത്രം, വിത്ത് ഫൈൻ ഓൺലി ആണെങ്കിൽ 6 months ആണ് ലിമിറ്റേഷൻ പീരീഡ്. 1 year ആണ് ലിമിറ്റേഷൻ പീരീഡ് ഇഫ് ഈ ഒഫൻസ് എന്ന് പറയുന്നത് അപ് ടു 1 year വരെ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ. ഇംപ്രിസൺമെന്റ് അപ് ടു 1 year ആണെങ്കിൽ 1 year ആണ് നമ്മളുടെ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി 3 years ലിമിറ്റേഷൻ പീരീഡ് വരുന്നത് 1 year മുതൽ 3 years വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒഫൻസ് ചെയ്താലാണ് ഈ പറയുന്ന 3 years ലിമിറ്റേഷൻ പീരീഡ് കിട്ടുന്നത്. അപ്പം ഇവിടെ ചോദ്യം 5 years ആണ്. 5 years നമ്മളുടെ 468 പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ 3 years മുകളിലോട്ടുള്ളതെല്ലാം, 3 years മുകളിലോട്ടുള്ള ഇംപ്രിസൺമെന്റ് 3 years മുകളിലോട്ടുള്ളതെല്ലാം നോ ലിമിറ്റേഷൻ ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, നോ ലിമിറ്റേഷൻ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 53. വിച്ച് among the following cannot be tried summarily? അതിനകത്ത് സമ്മറി ട്രയൽ നടത്താൻ പറ്റാത്ത ഏത് സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ സമ്മറി ട്രയൽസ് നമുക്ക് അറിയാം, ചാപ്റ്റർ 21 അകത്താണ് പറയുന്നത് സമ്മറി ട്രയൽ. സെക്ഷൻ 260 അകത്താണ് സമ്മറി ട്രയലിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൻ്റെ അകത്ത് ക്ലോസ് 1 അകത്ത് ഒരു 9 കാറ്റഗറി, 9 കാറ്റഗറി ഓഫ് ഒഫൻസസ്, 9 കാറ്റഗറി ഓഫ് ഒഫൻസുകൾ എന്ത് ചെയ്യും, നമുക്ക് സമ്മറി ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് കാറ്റഗറിയിൽ തന്നെ പറയുന്നുണ്ട് ഒഫൻസസ് നോട്ട് പണിഷബിൾ. ശ്രദ്ധിക്കുക, ഒഫൻസസ് നോട്ട് പണിഷബിൾ വിത്ത് ഡെത്ത്, ലൈഫ് ഇംപ്രിസൺമെന്റ്, ഇംപ്രിസൺ ഫോർ എ ടേം എക്സീഡിങ് 2 years. ഇവിടെ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒഫൻസസ് നോട്ട് പണിഷബിൾ വിത്ത് ഡെത്ത്, നോട്ട് പണിഷബിൾ വിത്ത് ഇംപ്രിസൺ ഫോർ ലൈഫ്, നോട്ട് പണിഷബിൾ വിത്ത് ഇംപ്രിസൺ ഫോർ എ ടേം എക്സീഡിങ് 2 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ് ടു 2 years വരെ ഉള്ളത് മാത്രമേ നമുക്ക് സമ്മറി ട്രയൽ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. എക്സീഡിങ് 2 years നമുക്ക് സമ്മറി ട്രയൽ നടത്താൻ വേണ്ടി പറ്റില്ല. സോ ഓപ്ഷൻ എ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്. അപ്പോൾ ഇവിടെ വിച്ച് among the following cannot be tried summarily എന്ന് പറയുന്നത് ഇതാണ്. ഒഫൻസസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺ ഫോർ എ ടേം 3 years, ബിക്കോസ് ഇത് എക്സീഡ് ചെയ്തു, 2 years എക്സീഡ് ചെയ്തു അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയുള്ളത് തെഫ്റ്റ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 380 എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ അത് പെടുന്നുണ്ട്. 380 തെഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകൾ ഇഫ് ദ പ്രോപ്പർട്ടിയുടെ വാല്യൂ 2000 rupees അധികമാവുന്നില്ലെങ്കിൽ. മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മളുടെ റിസീവിംഗ് ഓർ റീറ്റെയിനിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി പണിഷബിൾ അണ്ടർ സെക്ഷൻ 411. ആൻഡ് അതിനകത്തും സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ 2000 rupees മുകളിലാവാൻ വേണ്ടി പാടില്ല. ആൻഡ് ഓപ്ഷൻ ഡിയിലുള്ളത് 9ാമത്തെ കാറ്റഗറിയാണ്. സെക്ഷൻ 20 ഓഫ് ഈ പറയുന്ന കാറ്റൽ ട്രസ്പാസ് ആക്ടിന്റെ കീഴിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട് അല്ലേ, അതും സമ്മറി ട്രയൽ നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം ദ ഫോളോയിങ് കനോട്ട് ബി ട്രൈഡ് സമ്മർലി എന്നുള്ളതാണ്. കനോട്ട് ബി ട്രൈഡ് സമ്മർലി ഉള്ളത് എക്സീഡിങ് 2 years ഉള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമ്മറി ട്രയൽ നടത്താൻ വേണ്ടി പറ്റില്ല. ഓപ്ഷൻ എന്റെ അകത്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് 3 years ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഓൺ വിച്ച് among the following aspects does a warrant trial not differ ഫ്രം എ സമ്മൻസ് ട്രയൽ? സമ്മൻസ് ട്രയലും വാറന്റ് ട്രയലും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കേണ്ടത്. ഫ്രെയിമിംഗ്, അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതിനകത്ത് വ്യത്യാസങ്ങൾ നമ്മൾ അറിയണം. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് സിമിലാരിറ്റി മനസ്സിലാവുള്ളൂ അല്ലേ. സോ സിമിലർ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഇവിടെ ചോദ്യം എങ്ങനെയാണ്, ഡസ് എ വാറന്റ് ട്രയൽ നോട്ട് ഡിഫർ ഫ്രം സമ്മൻസ് ട്രയൽ? അപ്പോൾ ഈ സമ്മൻസ് ട്രയലും വാറന്റ് ട്രയലും തമ്മിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫ്രെയിമിംഗ് ഓഫ് ചാർജ് സമ്മൻസ് ട്രയലും വാറന്റ് ട്രയലും സിമിലർ ആണോ? അല്ല. വാറന്റ് ട്രയലിൻ്റെ അകത്ത് ഒരു ഫോർമൽ ചാർജ് ആവശ്യമാണ്. റിട്ടേൺ ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം ആൻഡ് ഒരു ഫോർമൽ ആയിട്ടുള്ള ചാർജ് വാറന്റ് ട്രയൽ ആവശ്യമാണ്. സമ്മൻസ് ട്രയലിൻ്റെ അകത്ത് ഇറ്റ് ക്യാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ മതി, സ്റ്റേറ്റ് ചെയ്താൽ മതി. അവിടെ എന്ത് കണ്ട ഒരു ഫോർമൽ ആയിട്ടുള്ള ചാർജിന്റെ ആവശ്യമില്ല. ഹിയറിംഗ് ഓൺ സെന്റൻസ് ഡിഫർ ചെയ്യുന്നുണ്ട്. വാറന്റ് ട്രയലിൻ്റെ അകത്ത് ഹിയറിംഗ് ചെയ്യണം. ഒരാളെ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇയാളുടെ സെന്റൻസ് എന്ത് ചെയ്യണം, സെന്റൻസിന് ഒരു ഹിയറിംഗ് എന്തായാലും നടത്തണം. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന സമ്മൻസിൻ്റെ അകത്ത് നടത്തേണ്ട ആവശ്യമില്ല. അവിടെ ആകെ പറയുന്നത് എന്താ, ഇഫ് ദ പേഴ്സൺ ഇസ് ഫൗണ്ട് ഗിൽറ്റി പാസ് എ സെന്റൻസ് അപ്പോൺ ഹിം അക്കോർഡിംഗ് ടു ലോ എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ഈ ചാർജിനെ കുറിച്ച്, ഫോർമൽ ചാർജിനെ കുറിച്ച് വാറന്റ് ട്രയലിൻ്റെ അകത്ത് പറയുന്ന സെക്ഷൻ ഞാൻ പറയാം. സെക്ഷൻ 240 ആണ് പറയുന്നത്. സമ്മൻസ് കേസിൻ്റെ അകത്ത് ഈ ഒരു കാര്യം പറയുന്നത് 251 അകത്താണ് ഈ ഒരു ചാർജിനെ കുറിച്ച് പറയുന്നത്. ഹിയറിംഗ് ഓഫ് സെന്റൻസിൻ്റെ സിറ്റുവേഷനിൽ ഈ ഒരു സെക്ഷൻ 248 ക്ലോസ് 2 ആണ് വാറന്റ് ട്രയലിൻ്റെ കേസിൽ വരുന്നത്. ആൻഡ് സമ്മൻസ് ട്രയലിൻ്റെ കേസിൻ്റെ അകത്ത് വരുന്നത് ഈ 255 ക്ലോസ് 2 ആണ്. റൈറ്റ്. പ്ലീഡിങ് ഗിൽറ്റി ബൈ ദി അക്യൂസ്ഡ്, ഇത് രണ്ടിലുമുണ്ട്. വാറന്റ് കേസിലും വാറന്റ് ട്രയലിലും ഉണ്ട്, അതേപോലെ തന്നെ സമ്മൻസ് ട്രയലിലും സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലീഡിങ് ഗിൽറ്റി ബൈ ദി അക്യൂസ് എന്ന് പറയുന്നത്. വാറന്റ് ട്രയലിൻ്റെ അകത്ത് ഈ പ്ലീഡിങ് ഗിൽറ്റി വരുന്നത് സെക്ഷൻ 241 അകത്താണ്. ആൻഡ് സമ്മൻസ് കേസിൻ്റെ അകത്ത് പ്ലീഡിങ് ഗിൽറ്റി വരുന്നത് 252 റൈറ്റ്. ആൻഡ് ആബ്സെൻസ് ഓഫ് ദി കംപ്ലൈൻറ്റിൻ്റെ കാര്യത്തിലും ഡിഫർ ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ഡിഫറൻസ് വരുന്നത്? വാറന്റ് കേസിൻ്റെ അകത്താണെങ്കിൽ ഇത് സെക്ഷൻ 249 ഡീല് ചെയ്യുന്നത്. അവിടെ കംപ്ലൈൻറ്റ് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് ഒന്നിക്കൽ ലീഗലി കോമ്പൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ പറയുന്ന അക്യൂസ്ഡ് പേഴ്സണിനെ ഡിസ്ചാർജ് ചെയ്യും. സമ്മൻസ് കേസിൻ്റെ അകത്താണെങ്കിൽ ഇത് സെക്ഷൻ വരുന്നത് സെക്ഷൻ 256 വരുന്നത്. അവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ അക്വിറ്റൽ ആണ് നടത്തുക. ഈ പറയുന്ന അക്യൂസ് പേഴ്സണെ അക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് വേറൊരു ദിവസത്തോട്ട് മാറ്റിവെക്കും. അപ്പോൾ ഇവിടെ സിമിലർ ആയിട്ടുള്ളത് ഈ പറയുന്ന പ്ലീഡിങ് ഗിൽറ്റി ബൈ ദി അക്യൂസ്ഡ് എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. 55, ക്വസ്റ്റ്യൻ നമ്പർ 55. എ മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നൈസൻസ് ഓൺ എ കംപ്ലൈന്റ് shall examine the complainant. Which among the following is not an exception? അപ്പം ഇത് സെക്ഷൻ 200 റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 200 അകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സെപ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 200 നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ഈ പറയുന്നതിൽ ഏതാണ് എക്സെപ്ഷൻ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. 200 അകത്ത് 2 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എക്സെപ്ഷൻ പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് ഹു മേക്സ് ഓവർ ദ കേസ് ഫോർ എൻക്വയറി ഓർ ട്രയൽ ടു അനദർ മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 192 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മജിസ്ട്രേറ്റിന്റെ കാര്യത്തിലും പബ്ലിക് സർവന്റെ കാര്യത്തിലും എന്ത് ചെയ്യേണ്ട, നമുക്ക് പിന്നെയും എക്സാമിനേഷൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് സെക്ഷൻ 200 അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് എ പബ്ലിക് സർവന്റ് ഇസ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, അതൊരു എക്സെപ്ഷൻ ആണ്. സോ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഇസ് ട്രൂ. ഇനി അടുത്ത സി നോക്കാം. ഇഫ് ഇറ്റ് ഇസ് എ കംപ്ലൈന്റ് മെയ്ഡ് ഓവർ ബൈ അനദർ മജിസ്ട്രേറ്റ് ആഫ്റ്റർ റെക്കോർഡിംഗ് ദ സ്വാൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കംപ്ലൈന്റ്, ഡെഫിനറ്റ്ലി ഇതും ഒരു എക്സെപ്ഷന്റെ അടിയിൽ വരുന്നതാണ്, എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ നോക്കാം. ഇഫ് ഇറ്റ് ഇസ് എ കംപ്ലൈന്റ് ഫയൽ അണ്ടർ സെക്ഷൻ 195 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇതും എന്താണ്, പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ കോർട്ട് എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതും നമ്മൾ എന്ത് ചെയ്യേണ്ട, എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 195 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തും പബ്ലിക് സർവൻറ്റും കോർട്ടിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെയും എന്തല്ല, എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇഫ് ദ കംപ്ലൈന്റ് ഇസ് എ വുമൺ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉള്ള, അതായത് അങ്ങനത്തെ ഒരു എക്സെപ്ഷൻ ഇല്ല. 200 അകത്ത് വുമണിനെ എന്ത് ചെയ്യേണ്ട, എക്സാമിൻ ചെയ്യേണ്ടെന്ന് എവിടെയും പറയുന്നില്ല. സോ ഇവിടെ ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സെപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എക്സെപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇഫ് ദ കംപ്ലൈനന്റ് ഇസ് എ വുമൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് 56, ക്വസ്റ്റ്യൻ നമ്പർ 56. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് സെക്ഷൻ 84 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ നമ്മൾ ഇനി IPC കടന്നിരിക്കുകയാണ്. അപ്പോൾ സെക്ഷൻ 84 നമുക്കറിയാം ലീഗൽ ഇൻസാനിറ്റി, അൺസൗണ്ട് മൈൻഡിനെ കുറിച്ചുള്ള കാര്യമാണ് 84 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നോട്ട് ആൻ ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോട്ട് ആൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് നോട്ട് ആൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. ദ അക്യൂസ്ഡ് ഇസ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. യെസ്, ഇത് അൺസൗണ്ട് മൈൻഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തത് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ദ അക്യൂസ്ഡ് വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദി ആക്ട്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി അടുത്തത് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ദ അക്യൂസ്ഡ് വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദാറ്റ് ഹി ഈസ് ഡൂയിങ് വാട്ട് ഇസ് എയ്തർ റോങ് ഓർ കോൺട്രറി ടു ലോ. അപ്പോൾ ഈ ഒരു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കാരണം ഈ വ്യക്തിക്ക് താൻ എന്താ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, താൻ ചെയ്യുന്നത് തെറ്റാണെന്നോ നിയമത്തിന് വിരുദ്ധമാണെന്നോ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ലാസ്റ്റ് നോക്കാം. ദ അക്യൂസ്ഡ് വാസ് മെഡിക്കലി എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ല. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻസാനിറ്റി സെക്ഷൻ 84 അകത്തുള്ള പ്രത്യേകത, നമ്മൾ മെഡിക്കൽ ഇൻസാനിറ്റി അല്ല നോക്കുന്നത്, നമ്മൾ ലീഗൽ ഇൻസാനിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ലീഗൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറ്റ് ദ ടൈം ഓഫ് ദി ഒഫൻസ് വാട്ട് വാസ് ദി മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൺ.
ഈ വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് കമ്മിറ്റിംഗ് ദി ഒഫൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതാണ് നമ്മൾ ലീഗൽ ഇൻസാനിറ്റീനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആവശ്യമില്ലാത്ത ഇൻഗ്രീഡിയൻ, വിച്ച് ഇസ് നോട്ട് ആൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വരിക. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റൻ ഇസ് ക്വസ്റ്റൻ 57. Which among the following statements is correct in context of section 34 of the Indian Penal Code? 34 നമുക്ക് എല്ലാവർക്കും അറിയാം, ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഓഫ് എവിഡൻസ് ആണ് സെക്ഷൻ 34 എന്ന് പറയുന്നത്. ഇത് കോമൺ ഇന്റൻഷൻ ബേസ് ചെയ്തിട്ടാണ്, അതായത് കോമൺ ഇന്റൻഷൻ ഷെയർ ചെയ്യുന്ന, ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ കുറച്ച് ആളുകൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റിയുടെ ഐഡിയ കൊണ്ടുവരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 34. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. സോ നോക്കാം. ടു അട്രാക്ട് കോമൺ ഇന്റൻഷൻ പ്രയർ കോൺസ്പിറസി ഷുഡ് ഓൾവേസ് ബി പ്രൂവ്ഡ്. ഈ ഓൾവേസ് എന്നുള്ളതാണ് പ്രശ്നം, ഇത് തെറ്റാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ടു അട്രാക്ട് കോമൺ ഇന്റൻഷൻ പ്രീ മെഡിറ്റേഷൻ ബൈ ദ അക്യൂസ് ഷുഡ് ഓൾവേസ് ബി പ്രൂവ്ഡ്. ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കോമൺ ഇന്റൻഷൻ ക്യാൻ ഡെവലപ്പ് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ്. ദാറ്റ് ഇസ് ട്രൂ. അത് നമുക്ക് എന്ത് ചെയ്യേണ്ട, മുന്നേ തീരുമാനിച്ചിറങ്ങി വരണമെന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന ആളുകളെല്ലാം ഒത്തുകൂടിയതിനു ശേഷം ആ ഒരു ഒക്കറൻസിന്റെ മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ഇന്റൻഷൻ എന്ത് ചെയ്യാൻ പറ്റും, നടക്കേണ്ട ഒരു കാര്യം, നടക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ട് ഡെഫിനറ്റ്ലി കേസ് ഉണ്ട്. ഇവിടെ പറയുന്നത് കൃപാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP AR 1954 SC 706 എന്ന് പറയുന്ന കേസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, കോമൺ ഇന്റൻഷൻ മേ ഡെവലപ്പ് ഓൺ ദ സ്പോട്ട് ആഫ്റ്റർ ദി ഒഫൻഡേഴ്സ് ഹാവ് ഗാദേർഡ് ദെയർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രഭു ബാലാജി നവേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ AR 1956 SC 51 അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ, മിയർ പ്രസൻസ് അറ്റ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസസ് ഇനഫ് ടു അട്രാക്ട് വൈക്കേഴ്സ് ലയബിലിറ്റി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുള്ള കാരണം ഈ ഒരു കേസിനകത്ത് ഇവിടെ പറയുന്നുണ്ട്, ഈ കേസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മിയർ പ്രസൻസ് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി അതർ എവിഡൻസ് ആസ് ടു കണ്ടക്ട് ഡസ് നോട്ട് സഫിസ് ആസ് എ പാർട്ട് ഓഫ് കോമൺ ഇന്റൻഷൻ എന്നവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മിയർ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും എന്ത് ചെയ്യില്ല, സെക്ഷൻ 34 അട്രാക്ട് ആവുന്നില്ല. ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ അവിടെ എന്തെങ്കിലും കാര്യം നടക്കണം. അപ്പോൾ ഒരു ഒവേർട്ട് ആക്ട്, സം കൈൻഡ് ഓഫ് ഒവേർട്ട് ആക്ടും കൂടി എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവണം. അതാണ്. അപ്പോൾ മിയർ പ്രസൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന വൈക്കേരിയസ് ലയബിലിറ്റി അവിടെ അട്രാക്ട് ചെയ്യില്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 57. കോമൺ ഇന്റൻഷൻ ക്യാൻ ഡെവലപ്പ് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 58. വിച്ച് among the following does not amount to abatement? അബാറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് 107ന്റെ അകത്ത് അബാറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് 3 രീതികളിലാണ് നമുക്ക് അബാറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന്, നമ്മൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. 2, എൻഗേജസ് ഇൻ കോൺസ്പിറസി. 3, ഇന്റൻഷനലി എയ്ഡിങ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ 3 രീതിയിലുള്ള അബാറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് ബി ഇൻസ്റ്റിഗേഷൻ പറയുന്നുണ്ട്, സിൻ്റെ അകത്തും ഡിൻ്റെ അകത്തും ഇന്റൻഷനലി എയ്ഡിങ് ഫെസിലിറ്റേഷനും എല്ലാം പറയുന്നുണ്ട്. ഇവിടെ അപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരം വിച്ച് ഡസ് നോട്ട് എമൗണ്ട് ടു അബാറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡസ് നോട്ട് എമൗണ്ട് എന്ന് പറയുമ്പം ഫെയിൽസ് ടു റിപ്പോർട്ട് ടു പോലീസ് ഇൻ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും അബാറ്റ്മെന്റ് പരിധിയിൽ വരുന്നതല്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, ഫെയിൽസ് ടു റിപ്പോർട്ട് ടു പോലീസ് ഇൻ ടൈം. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 59. While examined as a witness, A knowingly gave a false statement. A also produced a register before the court after making a false entry in it. Choose the correct statement in relation to the above. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഫാൾസ് എൻട്രിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 191 ആൻഡ് 192 ഓഫ് IPC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 191 ഗിവിംഗ് ഫാൾസ് എവിഡൻസിനെ കുറിച്ചിട്ടാണ്, 192 ഫാബ്രിക്കേഷൻ ഓഫ് ഫാൾസ് എവിഡൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ബോത്ത് ആക്ട്സ് ആർ ഫാബ്രിക്കേഷൻ ഓഫ് ഫാൾസ് എവിഡൻസ്. നോ, തെറ്റാണ്. രണ്ടാമത്തെ ആക്ട് ആണ് ഫാബ്രിക്കേഷൻ ഓഫ് ഫാൾസ് എവിഡൻസ്. ഒന്നാമത്തെ ആക്ട് ഗിവിംഗ് ഫാൾസ് എവിഡൻസ് ആണ് വരിക. ഇനി ഓപ്ഷൻ ബി നോക്കാം. ദ ഫസ്റ്റ് ആക്ട് ഇസ് ഗിവിംഗ് ഫാൾസ് എവിഡൻസ്. ദാറ്റ് ഇസ് ട്രൂ. ഫസ്റ്റ് ആക്ട് ആണ് എന്ത് ഫാൾസ് എവിഡൻസ് കൊടുക്കുന്നത്. യെസ്. അപ്പോൾ അത് 191ന്റെ കീഴിൽ വരുന്നതാണ്. രണ്ടാമത്തെ, ബോത്ത് ആക്ട്സ് ആർ ഗിവിംഗ് ഫാൾസ് എവിഡൻസ്. ദാറ്റ് ഇസ് ഫാൾസ്. കാരണം എന്താണ്, ഫസ്റ്റ് ആക്ട് മാത്രമേ ഫാൾസ് എവിഡൻസ് കൊടുക്കുന്നുള്ളൂ, രണ്ടാമത്തെ ആക്ട് ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് ആണ്. റൈറ്റ്. അപ്പോൾ അത് 192ലാണ് വരിക. അപ്പോൾ സി തെറ്റാണ്. ഡി, ദ സെക്കൻഡ് ആക്ട് ഇസ് ഗിവിംഗ് ഫാൾസ് എവിഡൻസ്. ദാറ്റ് ഇസ് റോങ്. സെക്കൻഡ് ആക്ട് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷൻ ഓഫ് ഫാൾസ് എവിഡൻസ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ദ ഫസ്റ്റ് ആക്ട് ഇസ് ഗിവിംഗ് ഫാൾസ് എവിഡൻസ് എന്നുള്ളത്. റൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 60. വാട്ട് ഇസ് ദ മാക്സിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ഫോർ ആൻ ഒഫൻസ് ഓഫ് എഫ്രേ? എഫ്രേ എന്ന് പറയുന്ന ഒഫൻസ് സെക്ഷൻ 159ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 or 2 കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ ഫൈറ്റിംഗ് കാരണം
പബ്ലിക് പീസ് നഷ്ടപ്പെടുകയാണ്. ഇതിനാണ് നമ്മൾ എഫ്രേ എന്ന് പറയുക. ആൻഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സെക്ഷനിൽ തന്നെ ഇതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 160 1 month ആണ് ഇതിൻ്റെ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത്, അപ് ടു 1 month ആൻഡ് ഫൈനുമാണ്. ഫൈൻ എന്ന് പറയുന്നത് ₹100 ആണ്. ഓക്കെ, ഇപ്പോൾ BNS വന്നപ്പോൾ ഫൈന് കൂട്ടിയിട്ടുണ്ട്. BNS പ്രകാരം ഫൈൻ ഇപ്പോൾ ₹1000 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അത്രയേ ഉള്ളൂ. അതായത് മാക്സിമം പണിഷ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു, 1 month ആണ് മാക്സിമം പണിഷ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 61. Which among the following need not be related to an offence punishable under section 304 of the Indian Penal Code? 304A നിങ്ങൾക്ക് അറിയാം. 304A എന്ന് പറയുന്നത് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്നുള്ളതാണ്. അതായത് കോമൺ ഈ പറയുന്ന ക്രിമിനൽ ഇന്റൻഷനോ നോളജോ ഇല്ലാതെ റാഷ് ആൻഡ് നെഗ്ലിജൻസ് കാരണം ഡെത്ത് കോസ് ചെയ്യുകയാണെങ്കിലാണ് ഈ സെക്ഷൻ 304A ആപ്ലിക്കബിൾ ആവുക. അപ്പം ഇതിൻ്റെ അകത്ത് വേണ്ടാത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റാഷ് ആൻഡ് നെഗ്ലിജൻസ് എന്തായാലും വേണം, ആക്ടേഴ്സ് റിയസ് ആവശ്യമുണ്ട്, ഡെത്ത് എന്തായാലും സംഭവിക്കണം. ഇവിടെ ആകെ വേണ്ടാത്ത കാര്യം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മോട്ടോർ വെഹിക്കിൾ ഇവിടെ ആവശ്യമില്ല. നീഡ് നോട്ട് ബി റിലേറ്റഡ് ടു ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 304A ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. കാരണം അത് എപ്പോഴും പലപ്പോഴും മെജോറിറ്റി കേസ് ആക്സിഡൻ്റൽ ഡെത്തുകൾ 304A പ്രകാരം നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്സിഡന്റ് ഡെത്ത് മാത്രമല്ല, അതിപ്പം റാഷ് ആൻഡ് നെഗ്ലിജൻസ് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള റാഷ് നെഗ്ലിജൻസ് മാത്രമല്ല, വേറെ രീതിയിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള റാഷ് നെഗ്ലിജൻസും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷന്റെ അടിയിൽ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. മാർക്ക് ദ ഇൻകറക്റ്റ് മാച്ച്. ഫോർ ദ കിഡ്നാപ്പിംഗ് ടു ബി പണിഷബിൾ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ഇറ്റ് ഷാൾ ബി. കിഡ്നാപ്പിങ്ങിനെ കുറിച്ചിട്ട് 359 പറയുന്നത്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ഉണ്ട് എന്നാണ് 359 പറയുന്നത്. ഫസ്റ്റ് കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് ഫ്രം ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെറിട്ടറിയുടെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു, അതാണ് ഫസ്റ്റ് കിഡ്നാപ്പിംഗ്. രണ്ടാമത്തെ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഫ്രം ദ ലോഫുൾ ഗാർഡിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നു. ഇതാണ് 2 കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഫോർ ദ കിഡ്നാപ്പിംഗ് ടു ബി പണിഷബിൾ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ഇറ്റ് ഷാൽ ബി എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള എ കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ പണിഷബിൾ ആണ് ഡെഫിനറ്റ്ലി. കിഡ്നാപ്പിംഗ് എ മെയിൽ ബിലോ ദി ഏജ് ഓഫ് 16 years ഫ്രം ഗാർഡിയൻഷിപ്പ്, യെസ് പണിഷബിൾ ആണ്. കാരണം മെയിലിന്റെ കാര്യത്തിൽ 16 years ആണ് വരുന്നത്. അണ്ടർ 16 years ഓഫ് ഏജ് ഉള്ള മെയിലും അതേപോലെ തന്നെ അണ്ടർ 18 years ഓഫ് ഏജ് ഉള്ള ഫീമെയിലും ആണ് ലോഫുൾ ഗാർഡിയൻഷിപ്പിന്റെ അകത്ത് നിന്ന് പോകേണ്ടത്, ടേക്കിംഗ് ഓർ എൻറ്റൈസ് നടത്തേണ്ടത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. കിഡ്നാപ്പിംഗ് എ ചൈൽഡ് വെദർ മെയിൽ ഓർ ഫീമെയിൽ ബിലോ ദി ഏജ് ഓഫ് 18 years ഫ്രം ദ ലോഫുൾ ഗാർഡിയൻഷിപ്പ്. ഇത് തെറ്റാണ്. ഇതാണ് തെറ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ നമ്മളോട് മാർക്ക് ദ ഇൻകറക്റ്റ് മാച്ച് ആണ് പറഞ്ഞത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് IPC പ്രകാരം ഇത് തെറ്റാണ്. 18 years അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഭാരതീയ ന്യായ സംഹിത, ഇനി വരാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ അകത്ത് അവിടെ ഈ 16-18 എന്നുള്ള ഈ ഡിസ്റ്റിങ്ഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. BNS പ്രകാരമാണ് ചോദ്യമെങ്കിൽ ഇത് കറക്റ്റാണ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആയിരിക്കും. പക്ഷെ IPC പ്രകാരമാണ് ഇവിടെ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അണ്ടർ IPC കിഡ്നാപ്പിംഗ് പണിഷബിൾ ആവുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ABC എന്ന് പറയുന്ന സാഹചര്യങ്ങൾ. എ എന്ന് പറയുന്നത് 360 അകത്ത് വരുന്നതും ഈ 361 അകത്താണ് ഈ പറയുന്ന ബിയുടെയും സിയുടെയും കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, ഡി ആണ് അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 63. എക്സ്റ്റോർഷൻ ബിക്കംസ് റോബറി ഇഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം റോബറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എയ്തർ തെഫ്റ്റ് ഓർ എക്സ്റ്റോർഷൻ. റോബറി ഒരിക്കലും സ്റ്റാൻഡ് അലോൺ അല്ല. റോബറിയിലോട്ട് എത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് എയ്തർ ബി ത്രൂ തെഫ്റ്റ് അല്ലെങ്കിൽ ത്രൂ എക്സ്റ്റോർഷൻ. അപ്പോൾ എക്സ്റ്റോർഷൻ റോബറി ആവണമെങ്കിൽ അത് റോബറീൻ്റെ കാര്യത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എക്സ്റ്റോർഷൻ എപ്പോഴാണ് റോബറി ആവുക? 319 പറയുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റോർഷൻ റോബറി ആവണമെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കമ്മിറ്റിംഗ് എക്സ്റ്റോർഷൻ ബൈ പുട്ടിംഗ് ദ പേഴ്സൺ ഇൻ പ്രസൻസ് ടു ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് ഹേർട്ട് മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റോങ്ഫുൾ റെസ്ട്രെയിൻ കോസ് ചെയ്യുന്നത് വരാം. ഓക്കെ, ഇൻസ്റ്റന്റ് ഹേർട്ട് വരാം, ഇൻസ്റ്റന്റ് ഡെത്ത് വരാം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും കോസ് ചെയ്യും എന്നുള്ളൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റോർഷൻ റോബറി ആയി. എക്സ്റ്റോർഷൻ്റെ അകത്ത് ആകെ ഫിയർ ഓഫ് ഇഞ്ചുറി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. റോബറിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് എന്ത് ടൈപ്പ് ഇഞ്ചുറി എന്നുള്ളത്, എന്താ ഇഞ്ചുറിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് പറയുന്നത്. അത് ഒന്നിക്കൽ ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ട് ആവാം. അവിടെ ഇൻസ്റ്റന്റ് എന്നുള്ള വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റന്റ് ഹേർട്ട്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റോങ്ഫുൾ റെസ്ട്രെയിൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള
ഡെത്തും ഇതിനകത്ത് വരാവുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ വരില്ല. കാരണം ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ പുട്ട്സ് എനി പേഴ്സൺ ഫിയർ ഓഫ് ഇഞ്ചുറി എന്നുള്ളത് അത് എക്സ്റ്റോർഷൻ്റെ കാര്യം തന്നെയാണ് വരുന്നത്. സി നോക്കുകയാണെങ്കിൽ ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ പുട്ട്സ് എനി പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് എന്നുള്ളതാണ്. അവിടെ വെറും ഡെത്ത് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്, ഇൻസ്റ്റന്റ് ഡെത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. അതേപോലെ തന്നെ ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ പുട്ട്സ് എനി പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഗ്രീവിയസ് ഹേർട്ട് എന്നുള്ളത് അതും തെറ്റായിട്ടുള്ളതാണ്. ഇൻസ്റ്റന്റ് എന്നുള്ള വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കമ്മിറ്റിംഗ് എക്സ്റ്റോർഷൻ ബൈ പുട്ടിംഗ് ദ പേഴ്സൺ ഇൻ പ്രസൻസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ട്. 63 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 64. Proof of a will is contested on two grounds. First one, evidence of the attesting witness is unreliable. Second one, the attesting witness is a close relative of the testator. Which among the following is correct? അപ്പം ഒരു വില്ല് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ചാലഞ്ച് ചെയ്യുന്നത് 2 ഗ്രൗണ്ട്സിൻ്റെ ബേസിലാണ് ചാലഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത് ഗ്രൗണ്ട് ആണ്, ഇതൊന്നും പ്രൂവ് ആയിട്ടില്ല, ഇത് ഗ്രൗണ്ട് മാത്രമാണ്. ഈ 2 ഗ്രൗണ്ട് മുകളിൽ ഒരു വില്ലിനെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. എവിഡൻസ് ഓഫ് ദി അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഇസ് അൺറിലയബിൾ എന്നുള്ളതാണ് ആദ്യത്തെ ഗ്രൗണ്ട് റേസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കൺസേൺ. രണ്ടാമത്തെ ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്തിരിക്കുന്നത് ദ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഇസ് എ ക്ലോസ് റിലേറ്റീവ് ഓഫ് ദി ടെസ്റ്റേറ്റർ എന്നുള്ളതാണ്. ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഓരോന്നായി നോക്കാം. വിൽ ഹാസ് ടു ബി റിജക്റ്റഡ് ഫോർ എവിഡൻസ് ഓഫ് എ റിലേറ്റീവ് അറ്റസ്റ്റേറ്റർ ഇസ് ട്രീറ്റഡ് ആസ് അൺറിലയബിൾ ഓൾവേസ്. അത് തെറ്റാണ്. ഈ ഓൾവേസ് അൺറിലയബിൾ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇവിടെ തെറ്റാണ്. ബി നോക്കാം. വിൽ ക്യാൻ ബി ആക്റ്റഡ് അപ്പോൺ ഇഫ് ഗ്രൗണ്ട് നമ്പർ 1 ഇസ് ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് ദി ലെഗറ്റി. സോ ഈ വില്ല് ക്യാൻ ബി എക്സിക്യൂട്ടഡ്, ഈ വിൽ ക്യാൻ ബി ആക്റ്റഡ് അപ്പോൺ ഇഫ് ഗ്രൗണ്ട് നമ്പർ 1 ഇസ് ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് ലെഗറ്റി. ഈ ഗ്രൗണ്ട് നമ്പർ 1 ഇസ് ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് ദി ലെഗറ്റി എന്ന് പറയുകയാണെങ്കിൽ അവിടെ റിലയബിൾ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ആണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ദെൻ ഈ ഡസൻ മാറ്റർ, ഈ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ക്ലോസ് റിലേറ്റീവ് ആണ് എന്നുള്ളത് ഡസൻ മാറ്റർ. അപ്പോൾ അറ്റസ്റ്റിംഗ് വിറ്റ്നസിൻ്റെ ഈ പറയുന്ന എവിഡൻസ്, അറ്റസ്റ്റിംഗ് വിറ്റ്നസ് നൽകുന്ന എവിഡൻസ് റിലയബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് അത് ലെഗറ്റി, ആ ഒരു ആരാണോ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വ്യക്തിക്ക്, ആ ഒരു ലെഗസി ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഫേവറിലാണ് ആ ഒരു എവിഡൻസ് രൂപപ്പെടുന്നെങ്കിൽ ദെൻ ആ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഒരു ക്ലോസ് റിലേറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വില്ലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിൽ ക്യാൻ ബി ആക്റ്റഡ് അപ്പോൺ ഇഫ് ഗ്രൗണ്ട് നമ്പർ 1 ഇസ് ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് ദി ലെഗറ്റി. ഓപ്ഷൻ സി നോക്കാം. വിൽ കനോട്ട് ബി ആക്റ്റഡ് അപ്പോൺ ഈവൻ ഇഫ് ഗ്രൗണ്ട് നമ്പർ 1 ഇസ് ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് ലെഗറ്റി. അത് തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ വിൽ ക്യാൻ ബി ആക്റ്റഡ് അപ്പോൺ സിൻസ് എ റിലേറ്റീവ് ഓഫ് ദി ടെസ്റ്റേറ്റർ ഹു അറ്റസ്റ്റഡ് ദ വിൽ ഇസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് റിലയബിൾ. ഈ ഓൾവേസ് ട്രീറ്റഡ് ആസ് റിലയബിൾ എന്നുള്ളതും തെറ്റാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആ ഒരു ഗ്രൗണ്ട് എവിഡൻസ് ഓഫ് ദി അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഇസ് അൺറിലയബിൾ എന്നുള്ളതാണ് ഗ്രൗണ്ട്. അത് പ്രൂവ് ചെയ്തപ്പെട്ട കാര്യമല്ല. അത് റിലയബിൾ ആണെന്ന് എവിഡൻസ് കാണിക്കുകയാണെങ്കിൽ അത് ആ ലെഗറ്റിയുടെ ഫേവറിലായിരിക്കും അത് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ലെഗറ്റിയുടെ ഫേവറിലാണെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അതായത് ഈ ക്ലോസ് റിലേറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ അൺറിലയബിൾ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ഉണ്ട്. ബെങ്ക ബെഹ്റ വേഴ്സസ് ബ്രജ കിഷോർ എന്ന് പറഞ്ഞ ഒരു 2007 കേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കോർട്ട് പറയുന്നുണ്ട് ദ ടെസ്റ്റിമോണി ഓഫ് എ ക്ലോസ് റിലേറ്റീവ് ആസ് എൻ അറ്റസ്റ്റിംഗ് വിറ്റ്നസ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ഫോർ ക്രെഡിബിലിറ്റി ആൻഡ് നോട്ട് ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡഡ് എന്ന് കോടതി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 65. A stood trial on a charge of murder of B. The court considered the following questions. Did A cause B death of B? രണ്ടാമത്തത്, did A have intention to cause death of B? മൂന്നാമത്തത്, has the knife in question been discovered? Has the knife in question been recovered based on statement of A while in police custody? And നാലാമത്തത്, whether the statement of B about the incident is dying declaration. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ഫ്രം ദ ബിലോ ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് പ്രൊപ്പോസിഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. Proposition 1 and 3 are facts in issue. Proposition 2 and 4 are relevant facts. Proposition 1 and 4 are facts in issue. Proposition 3 and 4 are relevant facts. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫാക്ട്സ് ഇൻ ഇഷ്യൂ ഏതാ, റെലവൻറ്റ് ഫാക്ട്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഡിഡ് എ കോസ് ഡെത്ത് ഓഫ് ബി എന്നുള്ളത് ഒരു റെലവൻറ്റ് ഫാക്റ്റ് ആണോ, ഫാക്ട് ഇൻ ഇഷ്യൂ ആണോ? ഇറ്റ് ഈസ് എ ഫാക്ട് ഇൻ ഇഷ്യൂ.
ഓക്കെ, ഡിഡ് എ കോസ് ഡെത്ത് ഓഫ് ബി എന്നുള്ളത് ഒരു ഫാക്ട് ആൻഡ് ഇഷ്യൂ ആണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് എ ഫാക്ട് ഇൻ ഇഷ്യൂ, ദാറ്റ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഇഷ്യൂ ഓഫ് ദി കേസ്. സോ ദിസ് ഇസ് എ ഫാക്ട് ആൻഡ് ഇഷ്യൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഡിഡ് എ ഹാവ് ഇന്റൻഷൻ ടു കോസ് ഡെത്ത് ഓഫ് ബി എന്നുള്ളതും ഒരു ഫാക്ട് ആൻഡ് ഇഷ്യൂ ആണ്. മൂന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹാസ് ദ നൈഫ് ഇൻ ക്വസ്റ്റ്യൻ ബീൻ റിക്കവേർഡ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ എന്ന് പറയുക. അപ്പോൾ ഡിസ്കവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, റൈറ്റ്. നാലാമത്തെ നോക്കുകയാണെങ്കിൽ, വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബി അബൌട്ട് ദ ഇൻസിഡന്റ് ഇസ് ഡൈയിങ് ഡിക്ലറേഷൻ എന്നുള്ളതും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. സോ റിക്കവറിനെ കുറിച്ചിട്ടും ഡൈയിങ് ഡിക്ലറേഷനെ കുറിച്ചിട്ടും ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ടിങ് എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ആൻഡ് ഇഷ്യൂ. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ട് ആൻഡ് ഇഷ്യൂവിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ 3ഉം 4ഉം റെലവെന്റ് ഫാക്ട്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി, പ്രൊപ്പോർഷൻ 3 and 4 ആർ റെലവെന്റ് ഫാക്ട്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 1 and 3 ആർ ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്. 1 ഫാക്ട് ആൻഡ് ഇഷ്യൂ ആണ്, പക്ഷെ 3 ഒരു റെലവെന്റ് ഫാക്ട് ആണ്. 2 and 4 റെലവെന്റ് ഫാക്ട്സ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 4 മാത്രമാണ് റെലവെന്റ് ഫാക്ട്, 2 എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആൻഡ് ഇഷ്യൂ ആണ്. 1 and 4 ആർ ഫാക്ട് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്. 1 എന്ന് പറയുന്നത് മാത്രമാണ് ഫാക്ട് ആൻഡ് ഇഷ്യൂ, 4 എന്ന് പറയുന്നത് ഒരു റെലവെന്റ് ഫാക്ട് ആണ്. ആൻഡ് ലാസ്റ്റ് 1, 3 and 4 റെലവെന്റ് ഫാക്ട്സ് ആണെന്ന് പറയുന്നത് ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 66. മിയർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് ആസ് എക്സിബിറ്റ് ബിഫോർ എ കോർട്ട് കനോട്ട് ബി ഹെൽഡ് ടു ബി എ ഡ്യൂ പ്രൂഫ് ഓഫ് ഇറ്റ്സ് കണ്ടന്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് എന്താണെന്ന് മനസ്സിലാകും അല്ലേ. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്താണ് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഓൺ എ സബ്സ്റ്റൻസ് ആൻഡ് ബൈ മീൻസ് ഓഫ് വെറൈറ്റി ഓഫ് വേസിൽ ചെയ്യാം. ലെറ്റേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഇതിൻ്റെ പേർപ്പസ് എന്താണ്? ഫോർ ദ പേർപ്പസ് ഓഫ് റെക്കോർഡിംഗ്. ഇതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡോക്യുമെന്റ് 2 രീതികളിലാണ് ഡോക്യുമെന്റ്സ് ഉള്ളത്. അത് നമ്മൾ സെക്ഷൻ 74ഉം 75ലോട്ടും പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് പ്രൈവറ്റ് ഡോക്യുമെന്റും ഉണ്ട്, പബ്ലിക് ഡോക്യുമെന്റ് ഉണ്ട്. 74 പബ്ലിക് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, 75 പ്രൈവറ്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് 61 സെക്ഷൻ 61ൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രൂഫ് ഓഫ് ദി കണ്ടന്റ്സ് ഓഫ് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് ദ കണ്ടന്റ്സ് ഓഫ് ദ ഡോക്യുമെന്റ്സ് മേ ബി പ്രൂവ്ഡ് എയ്തർ ബൈ പ്രൈമറി ഓർ ബൈ സെക്കൻഡറി എവിഡൻസ്. അപ്പോൾ കണ്ടന്റ്സ് ഓഫ് ദി ഡോക്യുമെന്റ്സ് പ്രൈമറിയോ സെക്കൻഡറി എവിഡൻസോ വെച്ചിട്ട് മാത്രമേ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൈവറ്റ് ഡോക്യുമെന്റ് ആസ് വെൽ ആസ് പബ്ലിക് ഡോക്യുമെന്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ദർ ആർ എ വെറൈറ്റി ഓഫ് കേസസ് ഇൻ വിച്ച് കോടതികൾ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ഡോക്യുമെന്റ് ആണെങ്കിലും പബ്ലിക് ഡോക്യുമെന്റ് ആണെങ്കിലും അതിൻ്റെ കണ്ടന്റ്സ് എന്തായാലും പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മിയർ മാർക്കിംഗ് ഓർ മിയർ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അതിൻ്റെ കണ്ടന്റ്സിൻ്റെ ഒരു പ്രൂഫ് ആവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ലോ ഇസ് ആപ്ലിക്കബിൾ ടു ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ മിയർ പ്രൊഡക്ഷൻ മാർക്കിംഗ് ഓഫ് ഡോക്യുമെന്റ് മാത്രം പോരാ, എക്സിബിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് മാത്രം പോരാ, അതിൻ്റെ കണ്ടന്റ്സും കൂടി എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം ത്രൂ പ്രൈമറി ഓർ സെക്കൻഡറി എവിഡൻസ്, റൈറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 67. A party wants the court to take judicial notice of the notification appointing Director of Health Services. The court refuses. That view is correct if the party does not produce the notification. B, correct even if the party produces the notification. C, correct since no notification can be taken judicial notice of. D, incorrect since a notification has no evidentiary value unless its author is examined in the court. അപ്പോൾ ജുഡീഷ്യൽ നോട്ടീസിൻ്റെ കാര്യം നമുക്ക് സെക്ഷൻ 57ൻ്റെ അകത്താണ് ജുഡീഷ്യൽ നോട്ടീസിൻ്റെ കാര്യം പറയുന്നത്. ഇത് പാർട്ട് 2 ചാപ്റ്റർ 3 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്താണ് ഈ കാര്യം വരുന്നത്. ആൻഡ് സെക്ഷൻ 57 പറയുന്നുണ്ട് ഫാക്ട്സ് ഓഫ് വിച്ച് കോർട്ട് മസ്റ്റ് ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ് എന്ന് പറയുന്നുണ്ട്. കോർട്ട് മസ്റ്റ് ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. അപ്പോൾ ചില കാര്യങ്ങൾ കോടതി എന്ത് ചെയ്യണം, ജുഡീഷ്യൽ നോട്ടീസ് എടുക്കണം അല്ലേ. അത് ആ ജുഡീഷ്യൽ നോട്ടീസ് ഏത് കാര്യങ്ങൾ എടുക്കണം എന്നുള്ളത് 1 to 13 ഒരു 13ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട് ജുഡീഷ്യൽ നോട്ടീസ് ഏതൊക്കെ എടുക്കണം എന്നുള്ള രീതിയിൽ, റൈറ്റ്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ കോടതി വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. കോടതി മാത്രമല്ല പല കേസസിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 57ൻ്റെ അകത്തുള്ള ഒരു ലാസ്റ്റിൽ ഒരു പാര പറയുന്നുണ്ട്. അതായത് പാർട്ടി ഏത് പാർട്ടിക്കാണോ ഇത് പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഒരു ജുഡീഷ്യൽ നോട്ടീസ് ചെയ്യിപ്പിക്കേണ്ടത്, ആ പാർട്ടി എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദ കോർട്ട് ക്യാൻ റെഫ്യൂസ് ടു ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. സോ കറക്റ്റ് ഇഫ് ദ പാർട്ടി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദ നോട്ടിഫിക്കേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68. Which important proposition of law was laid by the
Apex Court in Tofan Singh vs. State of Tamil Nadu, AR 2020 SC 5592 2024 4 SCC 1. അപ്പം ഈ തോഫാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്നുള്ള വളരെ ഒരു ലാൻഡ്മാർക്ക് കേസാണ് ഇത്. ആ കേസ് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ഈ പറയുന്ന ഓഫീസേഴ്സ് ഹു ആർ ഇൻവെസ്റ്റഡ് വിത്ത് ദ പവർ of investigation under the NDPS Act are police officers for the purpose of section 25 of the Indian Evidence Act എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞത്. ആ കോടതി അതിനകത്ത് NDPS ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ 67 പ്രകാരം കൺഫെഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഈ പറയുന്ന കൺഫെഷൻസ് അതൊരു പോലീസുകാരോട് പറയുന്നത് പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് കോടതി അവിടെ പറഞ്ഞത്. അപ്പം ഈ ആ ഒരു ആക്ട് പ്രകാരം അവിടെയുള്ള ഓഫീസേഴ്സ് വിച്ച് ആർ ഇൻവെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവർ ഓഫീസേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തോട്ട് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലാണ് കോടതി അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 68, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 106 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഓപ്ഷൻ എ അപ്ലൈസ് ടു സിവിൽ കേസ് alone, casts a burden on the accused to prove the fact in his special knowledge at the inception of the trial, would apply only to the cases where the prosecution proved the facts from which the existence of certain other facts can be inferred unless the accused proves the fact which is within his special knowledge. D does not apply to criminal cases എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 106 ആക്ച്വലി ഡീൽ ചെയ്യുന്നത് ബേർഡൻ ഓഫ് പ്രൂവിങ് ഫാക്ട് എസ്പെഷ്യലി വിത്തിൻ ദ നോളേജ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ബേർഡൻ ഓഫ് പ്രൂഫിൻ്റെ ഒരു കാര്യമാണ് വരുന്നത്. അവിടെ പ്രോസിക്യൂഷൻ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഫാക്റ്റിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം, ഈ പറയുന്ന അക്യൂസിന് എന്ത് ചെയ്യണം, അക്യൂസിന് മാത്രമായിട്ട് അറിയുന്ന കുറച്ച് ഫാക്റ്റുകളുണ്ട്. ഈ ഫാക്റ്റുകൾ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അക്യൂസിൻ്റെയാണ്. ഒരിക്കലും ഇത് ബേർഡൻ ഓഫ് പ്രൂഫ് ഷിഫ്റ്റ് ആവുന്നില്ല. ഇനീഷ്യൽ ബേർഡൻ ഓഫ് പ്രൂഫ് ഇസ് ഓൾവേസ് വിത്ത് ദി പ്രോസിക്യൂഷൻ. ഈ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം, കുറച്ച് സെറ്റ് ഓഫ് ഫാക്ട്സ് തെളിയിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും ഒരു വീട്ടിലോട്ട് കയറി പോകുന്നത് കണ്ടു. എയുടെ മർഡർ നടന്നു. ലാസ്റ്റ് സീൻ എയും ബിയും ഒരുമിച്ചിട്ടാണ്. ബി മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ളൂ. അപ്പം പ്രോസിക്യൂഷൻ ഈ ഒരു കാര്യം മാത്രം ആദ്യം പ്രൂവ് ചെയ്യാം. എയും ബിയും കൂടി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ബി കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നു. ഇവിടെ ബിക്ക് മാത്രമേ സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു ദി ഡെത്തിനെ കുറിച്ചിട്ട് അറിയുള്ളൂ. എയുടെ ഡെത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ സ്പെഷ്യൽ നോളജ് ബിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഈ 106 പ്രകാരം വൺസ് ദ പ്രോസിക്യൂഷൻ പ്രൂവ്സ് സർട്ടൻ ഫാക്ട്സ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ സീൻ്റെ അത് നോക്കുക, വുഡ് അപ്ലൈ ഓൺലി ടു കേസസ് വേർ ദ പ്രോസിക്യൂഷൻ പ്രൂവ് ദ ഫാക്ട്സ് ഫ്രം വിച്ച് ദ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ അതർ ഫാക്ട്സ് ക്യാൻ ബി ഇൻഫേർഡ്. അപ്പോൾ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു എയും ബിയും കൂടി വീടിൻ്റെ ഉള്ളിലോട്ട് കയറി എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് സീൻ എ ബിയുടെ കൂടെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിന്റെ കയ്യിൽ ഇനി ഒരു സർട്ടൻ ഫാക്ട്സ് ഉണ്ട്, കുറച്ച് ഫാക്ട്സ് ഉണ്ട് വിച്ച് ആർ എസ്പെഷ്യലി വിത്തിൻ ദ നോളജ് ഓഫ് ബി. ഇത് ഇനി എന്ത് ചെയ്യണം, അക്യൂസ് പ്രൂവ്സ് ദ ഫാക്ട്സ് വിത്തിൻ വിച്ച് ഹി ഹാസ് ദ നോളജ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. 69ന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ സി. ഒരിക്കലും ആദ്യം തന്നെ ഈ പറയുന്ന ബേർഡൻ അക്യൂസിന്റെ കയ്യിലോട്ട് വരില്ല. പ്രോസിക്യൂഷൻ അവിടെ ഇനീഷ്യലി ഒരു സർട്ടൻ ഫാക്ട്സ് പ്രൂവ് ചെയ്യണം. ആ സർട്ടൻ ഫാക്ട്സിൽ നിന്ന് ചില ഇൻഫറൻസസ് ഡിറൈവ് ചെയ്യാൻ പറ്റണം. ആ ഇൻഫറൻസസിന്റെ ഫാക്ട്സിനെ കുറിച്ചുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ ആകെ അക്യൂസിന്റെ സ്പെഷ്യൽ നോളജിലുള്ള കാര്യമാണ്. അത് സ്പെഷ്യൽ നോളജ് അക്യൂസിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ അക്യൂസ്ഡ് ആയിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ഈ പറയുന്ന 106 പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇഫ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്രിമിനൽ കോർട്ട് കേസ് without a certification under section 65B of the Indian Evidence Act, ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ള വരിക? It can never be used as evidence ആണോ? No, that is wrong. The court at its discretion can allow it to be evidence ആണോ? That is also wrong. Unless objected, it can be admitted in evidence ആണോ? That is also wrong. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇഫ് ദ ഡിഫക്ട് ഇസ് ക്യൂർഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് മാർക്കിംഗ് ദ ഡോക്യുമെന്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതൊരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരിക്കലും എന്താവുന്നില്ല, ഒരു വിഷിയേറ്റ് ചെയ്യുന്നില്ല, ട്രയലിനെ വിഷിയേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും വരുന്നില്ല. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് MR ഹിരേമെത്ത് 2019 7 SCC 515 എന്ന് പറയുന്ന കേസ്. ഈ കേസിനകത്ത് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് നോൺ പ്രൊഡക്ഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 65B ഓഫ് ദി ആക്ട് ഇസ് എ ക്യൂറബിൾ ഡിഫക്ട് എന്ന് കോടതി
പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറയുന്ന ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, ഇഫ് ദ ഡിഫക്ട് ഇസ് ക്യൂർഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് മാർക്കിംഗ് ദ ഡോക്യുമെന്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എവിഡൻസ് എന്നുള്ളതാണ്. ഇതൊരിക്കലും എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും വരില്ല. ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡിഫക്റ്റ് ക്യൂർ ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ആ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ 65B എവിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 71 ആണ്. 71 അകത്ത് പറയുന്നുണ്ട്, എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ വിറ്റ്നസ് റെക്കോർഡ് അണ്ടർ 161 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ക്യാൻ ബി യൂസ് ടു. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. 161 പോലീസിനെ എക്സാമിൻ ചെയ്യാം വിറ്റ്നസിനെ. അപ്പം ഈ പറയുന്ന വിറ്റ്നസ് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് നൽകുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് 161 പറയുന്നുണ്ട്. എവിഡൻഷ്യറി വാല്യൂ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ എവിഡൻഷ്യറി വാല്യൂ, അവിടെ ആ വിറ്റ്നസിനെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ആ വിറ്റ്നസിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓൺലി ടു കോൺട്രഡിക്ട് ദാറ്റ് വിറ്റ്നസ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 72 ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ഫാക്ട് ഇറെലവൻറ്റ് അണ്ടർ സെക്ഷൻ 9 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇറെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട് ഏതാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ദ അക്യൂസ്ഡ് ഹാസ് മോട്ടീവ് ടു കമ്മിറ്റ് ദി ഒഫൻസ്. ഈ മോട്ടീവ് എന്ന് പറയുന്നത് ആക്ച്വലി വരുന്നത് സെക്ഷൻ 8 മോട്ടീവ്, പ്രിപ്പറേഷൻ ആൻഡ് കണ്ടക്ട് സെക്ഷൻ 8 വരുന്നത്. അവിടെ ആ കാര്യങ്ങൾ റെലവൻ്റ് ആണ്, സെക്ഷൻ 8 പറയുന്നത്. ഇവിടെ പെർട്ടിക്കുലർലി ചോദിച്ചിരിക്കുന്ന സെക്ഷൻ 9 ഏതൊക്കെ വരുമെന്ന് നമുക്ക് ആദ്യം അറിയണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് 9 വരാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. റൈറ്റ്. സോ 9 ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ഫാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ സെക്ഷൻ 9 ഒരു ഫാക്ട്സ് വിച്ച് ഇൻട്രൊഡ്യൂസ് ഓർ എക്സ്പ്ലെയിൻ സംതിങ്, അത് റെലവൻറ്റ് ഫാക്ട് ആണെന്നാണ് സെക്ഷൻ 9 പറയുന്നത്. റൈറ്റ്. അപ്പം ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു റെലവൻറ്റ് ഫാക്ട് ആണ് സെക്ഷൻ 9 പ്രകാരം. അതേപോലെ തന്നെ അക്യൂസ്ഡ് അബ്സ്കൗണ്ടഡ് സൂൺ ആഫ്റ്റർ ദി ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ്. ഇത് 8 9 റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു എക്സ്പ്ലനേഷൻ, അവിടെ നമുക്ക് കണ്ടക്ട് നമുക്ക് സെക്ഷൻ 8 പറയാം. അതായത് ഈ പറയുന്ന അബ്സ്കൗണ്ട് ചെയ്തു, അക്യൂസ്ഡ് പേഴ്സൺ എന്ത് ചെയ്തു, ആ ഇൻസിഡന്റിന് ശേഷം അബ്സ്കൗണ്ട് ചെയ്തു. സോ കണ്ടക്ട് ഓഫ് ദി അക്യൂസ്ഡ് ഇസ് റെലവൻറ്റ് അണ്ടർ സെക്ഷൻ 8. ഇനി ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ദ അക്യൂസ്ഡ് ഫ്ലഡ് എന്നുള്ളത് സെക്ഷൻ 9 പ്രകാരം ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. സോ ദാറ്റ് ഇസ് റെലവൻറ്റ് ഫാക്ട്. ഇനി അടുത്തത് ഐഡന്റിറ്റി ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഒഫൻസ്, ദാറ്റ് ഇസ് ഓൾസോ എ റെലവൻറ്റ് ഫാക്ട് അണ്ടർ സെക്ഷൻ 9 ബിക്കോസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സബ്ജക്ട് മാറ്ററിൻ്റെ ഐഡന്റിറ്റിയും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് സെക്ഷൻ 9 പ്രകാരം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെക്ഷൻ 8 മോട്ടീവ് ആണ് വരുന്നത്, 9 മോട്ടീവ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ദ അക്യൂസ്ഡ് ഹാസ് മോട്ടീവ് ടു കമ്മിറ്റ് ദി ഒഫൻസ് എന്ന് പറയുന്നതാണ് ഇറെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട് അണ്ടർ സെക്ഷൻ 9 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ളത്. സെക്ഷൻ 8 പ്രകാരം മോട്ടീവ് റെലവൻ്റ് ആണ്. മോട്ടീവ് മാത്രമല്ല, കണ്ടക്റ്റും പ്രിപ്പറേഷനും റെലവൻ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ, ദ അക്യൂസ്ഡ് ഹാസ് മോട്ടീവ് ടു കമ്മിറ്റ് ദി ഒഫൻസ് എന്നുള്ളതാണ് ഇറെലവൻ്റ് ആയിട്ടുള്ള കാര്യം അണ്ടർ സെക്ഷൻ 9. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 73. Concerning which aspect of appreciation of evidence does the Apex Code often use the word sterling? sterling എന്ന് പറയുന്ന ആ ഒരു വാക്ക് എന്തുമായിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, കോടതി പറയുക, ഇറ്റ് ഈസ് വിത്ത് റിലേഷൻ ടു എവിഡൻസ്. ഇത് ഓറൽ എവിഡൻസുമായിട്ടാണ് വരുന്നത്. അതായത് അത്രയ്ക്ക് റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, അതേപോലെ തന്നെ അത്രയ്ക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓറൽ എവിഡൻസ് അത് നൽകുന്നതിനെയാണ് നമ്മൾ സ്റ്റേർലിംഗ് ഓറൽ എവിഡൻസ് എന്നുള്ള രീതിയിൽ പറയുക. ഇത് പല കേസുകളിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്. വടിവേലു തേവർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് AIR 1957 SC 614 എന്ന് പറഞ്ഞ കേസിൽ കോടതി പറയുന്നുണ്ട്, ഈ പറയുന്ന നമുക്ക് എവിഡൻസുകളെ നമുക്ക് ഹോൾലി റിലയബിൾ, ഹോൾലി അൺറിലയബിൾ, നെയ്തർ ഹോൾലി റിലയബിൾ ഓർ അൺറിലയബിൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഹോൾലി റിലയബിൾ എന്ന് പറയുന്ന ഓറൽ എവിഡൻസുകളെയാണ് നമുക്ക് സ്റ്റേർലിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഓറൽ എവിഡൻസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 74. During the first days of detention in a case involving an offence punishable with imprisonment for life, the accused can be given for 15 days in police custody under section 187 of the Bharatiya Nagarik Suraksha Sanhita 2023. നമ്മളുടെ സെക്ഷൻ 167 ഓഫ് CRPC പ്രകാരം പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് 15 days ആണ്. അപ്പം കസ്റ്റഡിയിലെടുത്ത് ഇനീഷ്യൽ 15 days ആണ് പോലീസ് കസ്റ്റഡി സാധാരണ കൊടുക്കാറുള്ളത്. ആൻഡ് 15 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതർവൈസ് ദാൻ ഇൻ പോലീസ് കസ്റ്റഡി, അതിൻ്റെ അടുത്ത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നുള്ള രീതിയിലാണ് നമ്മളുടെ CRPC ഉള്ളത്. പക്ഷെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്.
ഇവിടെ പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് കേസസ് ഉണ്ടല്ലോ. വൺ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കേസ് ഇഫ് ഇറ്റ് ഇസ് പണിഷബിൾ വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 10 years ഓർ മോർ കിട്ടാവുന്ന പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കേസ് ആണെങ്കിൽ അവിടെ ടോട്ടൽ കസ്റ്റഡി പീരീഡ് എന്ന് പറയുന്നത് 90 days ആണ്. അതിൽ കൂടാൻ വേണ്ടി പാടില്ല. 10 years താഴെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കേസ് ആണെങ്കിൽ 60 days ടോട്ടൽ കസ്റ്റഡി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈവൻ ജുഡീഷ്യൽ കസ്റ്റഡിയും 60 days അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതിനുശേഷം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. ഈ 90 days അതായത് ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഈ 10 years ഓർ മോർ പണിഷ്മെന്റ് കിട്ടാവുന്ന കേസുകൾ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്തും ചോദിച്ചിരിക്കുന്ന കേസ് ഇതാണ് അല്ലേ. ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺ ഫോർ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ അർത്ഥം ടോട്ടൽ കസ്റ്റഡി പീരീഡ് 90 days പാടുള്ളൂ, അതിന്റെ കൂടാൻ പാടില്ല. കസ്റ്റഡി പീരീഡ് 90 days വരുന്ന സാഹചര്യത്തിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധിയിൽ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് 60 days ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഈ 15 days കൊടുക്കാം. ഇൻ പാർട്ട് ഓർ ഇൻ ഹോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പൊ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 90 days ഫസ്റ്റ് 60 days എപ്പോൾ വേണമെങ്കിലും ഈ 15 days പോലീസ് കസ്റ്റഡിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത്. 60 days, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 60 days ടോട്ടൽ കസ്റ്റഡി പീരീഡ് വരുന്ന സാഹചര്യം, അതായത് 10 years ഓർ താഴെ പണിഷ്മെന്റ് കിട്ടാവുന്ന കേസുകളാണെങ്കിൽ ഫസ്റ്റ് 40 days ഏത് 15 days പോലീസ് കസ്റ്റഡി കൊടുക്കാം. ഇതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധിയിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമ്മൾ ഇംപ്രിസൺ ഫോർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ കസ്റ്റഡി പീരീഡ് 90 days ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 60 days 15 days എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമെന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി, 60 days. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 75. What is the sentence a judicial magistrate of the first class may pass under section 23 clause 2 of the ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023? അപ്പം നമുക്കറിയാം ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ എന്തുണ്ട്, ഈ സെന്റൻസിന്റെ പവർ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ 3 years തന്നെയാണ്. ഇംപ്രിസൺമെന്റിനകത്ത് മാറ്റം വരുത്തിയില്ല, ഫൈനിന്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫൈൻ 10,000 എന്നുള്ളത് 50,000 rupees മാറ്റിയിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, 75. ഡയറക്ട്ലി ആ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻഡ് ഫൈന് മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി സർവീസും കൂടി എന്ത് ചെയ്യാം ഈ പറയുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സെന്റൻസ് ഓഫ് ഇംപ്രിസൺ ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 3 years ഓർ ഓഫ് എ ഫൈൻ നോട്ട് എക്സീഡിംഗ് 50,000 rupees ഓർ ഓഫ് ബോത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. അടുത്ത ക്വസ്റ്റൻ നമ്പർ 76. What is the additional stipulation to be followed when a magistrate takes cognizance of an offence on complaint under the provisions of section 223 of the ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023? അപ്പം ഈ പറയുന്ന ഒരു അഡീഷണൽ കണ്ടീഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലയിന്റ് കേസസ് ഡീൽ ചെയ്യുമ്പോൾ. അതിനകത്തുള്ള അഡീഷണൽ സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന അക്യൂസ്ഡിനും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നൽകണം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ അക്യൂസ് ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീൻ ഹേർഡ് എന്നുള്ളതാണ്. അതായത് കംപ്ലയിന്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കംപ്ലയിന്റിന് മാത്രം കേട്ടാൽ പോരാ, അക്യൂസ്ഡ് പേഴ്സണും കൂടി എന്ത് ചെയ്യണം, ഹിയർ ചെയ്യണം. ആ അക്യൂസ്ഡ് പേഴ്സണും കൂടി പറയാനുള്ള കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ള കാര്യമാണ് സെക്ഷൻ 223 അകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡീഷണൽ സ്റ്റിപ്പുലേഷൻ ഈ സെക്ഷൻ 223 പ്രകാരം വന്നിട്ടുള്ളത്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 77. In order to commit theft, if a person suddenly or quickly forcibly seizes or secures or grabs or takes away from any person or from his possession any movable property, he is said to have committed the offence of dash under section 304 of the ഭാരതീയ ന്യായ സംഹിത 2023. പുതിയതായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ IPC ഇല്ലായിരുന്നു. IPC പല സ്റ്റേറ്റുകളും ഈ ഒരു ഒഫൻസ് ഉണ്ട്. സ്റ്റേറ്റ് അമെൻമെന്റ്സിൽ ഒഫൻസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ IPC ആസ് സച്ച് ഈ ഒരു ഒഫൻസ് ഇല്ല. ഈ ഒഫൻസ് നമുക്ക് ഇത് ഒരു കോമൺ സെൻസ് ആണ്. നിങ്ങളിത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. സ്നാച്ചിങ് എന്നുള്ളൊരു ഒഫൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, സ്നാച്ചിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 78 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 78. ഇത് ഓർഗനൈസ്ഡ് ക്രൈമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വരാത്ത ഒഫൻസ് ഏതാണെന്നുള്ളതാണ്. Following acts except one committed by any person or group of persons in concert singly or jointly, either as a member of an organized crime syndicate or on behalf of such syndicate by use of violence to obtain material benefit, is an organized crime as defined in section 111 of ഭാരതീയ ന്യായ സംഹിത 2023. Denote the exception. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു എണ്ണം മാത്രം എന്തില്ല, ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പെർവ്യൂവിൽ വരുന്നില്ല.
അതിൻ്റെ പെർവിയിൽ വരാത്തത് എത്രയേ ഉള്ളൂ. അത് നമ്മൾ ഈ സെക്ഷൻ 111 അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ പെർവിയിൽ വരാത്തത് ഓപ്ഷൻ സി ആണ്, ചീറ്റിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ സി, ചീറ്റിംഗ്. അടുത്തത് 79 ക്വസ്റ്റൻ. What is the change brought to section 27 of the Indian Evidence Act 1872 in Bharatiya Sakshi Adhiniyam 2023? അവിടെ ഈ പറയുന്ന സെക്ഷൻ 27 എന്നുള്ളതെല്ലാം സെക്ഷൻ 27 അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടായിരുന്നു സെക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്ത്. ഇത് ഡിസ്കവറി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 27. ഇത് സെക്ഷൻ 23 കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിതയിലോട്ട് വന്നപ്പം ഇത് സെക്ഷൻ 23 ആയിരിക്കാണ്. സെക്ഷൻ 23ൻ്റെ അകത്താണ് ഈ കൺഫെഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. പോലീസിൻ്റെ അടുത്തുള്ള കൺഫെഷൻ, കസ്റ്റഡിയുള്ള കൺഫെഷൻ, അതേപോലെ തന്നെ ഡിസ്കവറിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രൊവിസോ ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ സെക്ഷൻ 23ൻ്റെ പ്രൊവിസോ ആയിട്ട് ഈ സെക്ഷൻ 27നെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പാർട്ട് ബിയിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റൻ ആണ്. സെക്ഷൻ 80, ക്വസ്റ്റൻ നമ്പർ 80. Section 113B of the Indian Evidence Act 1872 is renumbered as section dash in the Bharatiya Sakshi Adhiniyam 2023. അപ്പം റെലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം 113B ഈ ഡൗറി ഡെത്തിനുള്ള പ്രിസംഷൻ ആണ്. പ്രിസംഷൻ ആസ് ടു ഡൗറി ഡെത്തിനെ കുറിച്ചിട്ടാണ് 113B പറഞ്ഞിരിക്കുന്നത്. അത് ഭാരതീയ സാക്ഷി അധിനിയത്തിലോട്ട് വന്നപ്പം അത് 118 ആയി മാറിയിരിക്കുകയാണ്. സെക്ഷൻ 118 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബി. 40ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാർട്ട് സിയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റിറ്റ്സിൻ്റെ ഓൺലൈൻ ജുഡീഷ്യൽ കോച്ചിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ജൂൺ 1-ാം തീയതി മുതൽ. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2025 പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് റിറ്റ്സിൻ്റെ കൂടെ ആവാം. അപ്പം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് www.rits.in, അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം.